aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മകന് പെണ്ണ് കിട്ടിയത്. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ റേച്ചൽ ഫിലിപ്പ് ആന്റിയാണ്. താൻ അമേരിക്കയിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം തന്നെ ഉപയോഗിച്ച അത്ഭുതകരമായ ദൈവീയ ഇടപെടലുകളെ കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിന്റെ രണ്ട് പക്ഷമില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായവും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ വിലപ്പെട്ട ദാസി പ്രിയ റേച്ചൽ ഫിലിപ്പ് ആന്റി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടുകൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവനാമത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ജീവിതാനുഭവങ്ങൾ ഈ പറയുവാനായിട്ട് സർവകൃപാലുവായ ദൈവം എനിക്ക് ഒരുക്കി തന്ന ഇത് നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിനെല്ലാം മഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അതുപോലെ ഈ പ്ലാറ്റ്ഫോം എനിക്ക് വേണ്ടി ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുകയാണ്. ഈ എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി എൻ്റെ പേര് റേച്ചൽ ഫിലിപ്പ്, വീട്ടിൽ ലീല എന്ന് വിളിക്കും. എനിക്ക് 72 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഫിലിപ്പ് ദേവസ്യ എന്നാണ്. 75 വയസ്സുണ്ട്. വീട്ടിൽ ബേബിച്ചൻ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തത് മകളാണ്. മകളുടെ ഹസ്ബൻഡ് പാസ്റ്റർ തോമസ് മാത്യൂസ്. ഒരു മകനുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. അവർ 3 പേരും കാനഡയിലായിരിക്കുന്നു. ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലയിലും അവരായിരിക്കുന്നു. രണ്ടാമത്തത് എൻ്റെ മകനാണ്. മകൻ ഇവിടെ ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മകനും മരുമകളും പാസ്റ്റേഴ്സാണ്. ഞങ്ങൾ ന്യൂജേഴ്സിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പം ന്യൂജേഴ്സിയിലാണ്. മകന് ഒരു ചർച്ചുണ്ട്, ഹോപ്പ് സെൻറ്റർ ടാബർനാക്കിൾ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ AG ചർച്ചിലെ പാസ്റ്ററായിട്ട് മോനും മരുമകളും ജോലി ചെയ്യുന്നു. അതോടൊപ്പം മോൻ ബാങ്കിലും ജോലി ചെയ്യുന്നു. അവർക്ക് ഒരു മകളുണ്ട്, അത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പിന്നെ എൻ്റെ ഭവനത്തെ ഞാൻ ജനിച്ചു വളർന്നത് ആലപ്പി ഡിസ്ട്രിക്റ്റിലെ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തെ ഞക്കനാൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് എൻ്റെ മാതാവും പിതാവും ഈ ലോകത്ത് നിന്ന് വേർപെട്ടു. ഞാനൊരു CSI ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങൾ 5 പേരാണ്. അതിൽ 5 പേരിലും മൂത്ത ബ്രദർ ബോംബെയിൽ സെറ്റിലായിരിക്കുന്നു. അവരും വിശ്വാസ ജീവിതത്തിലാണ്. അതിനുശേഷം രണ്ടാമത്തതാണ് ഞാനും. മൂന്നാമത്തത് ഒരു സഹോദരിയാണ്. അവർ ഇതുവരെയും വിശ്വാസ ജീവിതത്തിലോട്ട് വന്നിട്ടില്ല. അവർ കുടുംബമായി നാട്ടിലായിരിക്കുന്നു. 4ാമത്തെ ഒരു ബ്രദർ കുവൈറ്റിൽ ആയിരിക്കുന്നു. അവരും കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ജോലിയോടൊപ്പം അവിടെ ആയിരിക്കുന്നു. അവരുടെ മക്കളും കർത്താവിൻ്റെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവരാണ്. അതിനുശേഷം 5ാമത്തെ ആങ്ങള് നാട്ടിൽ തന്നെയാണ്, ലാൽജി എന്ന് പറയും. പുള്ളിക്കാരന് ഫോട്ടോഗ്രാഫറാണ്. ഒരു സ്റ്റുഡിയോയും സ്വന്തമായിട്ടുണ്ട്.
അപ്പം എൻ്റെ ഫാദറും മദറും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടല്ലോ. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ ഫാദർ 10 വയസ്സുള്ളപ്പോഴേ എൻ്റെ ഫാദർ മാറ്റപ്പെട്ടു. 34 വയസ്സായിരുന്നു എൻ്റെ അമ്മയ്ക്ക്. അങ്ങനെ 5 മക്കളുമായിട്ട് എൻ്റെ അമ്മ വിധവയായി തീർന്നു. എന്നാല് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് പിന്നെ കുറേ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു പ്രാവശ്യം പോലും എൻ്റെ അമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നല്ല വിശ്വാസവും നല്ല ഒരു പ്രാർത്ഥനയും ജീവിതവും, അതുപോലെ എപ്പോഴും വിശ്വാസത്തിന്റെ പാട്ട് തന്നെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരമ്മയായിരുന്നു. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, പിന്നെ പിന്നെ എന്തുവാ, ഉഷകാലം നാം എഴുന്നേൽക്കുക മനമേ പക്ഷിഗണങ്ങൾ. അപ്പൊ രാവിലെ അവരുടെ പാട്ട് കേട്ടോണ്ടായിരുന്നു ഞങ്ങൾ ഉണരുന്നത്. അതുപോലെ രാത്രിയില് നേരത്തെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ച് ഞങ്ങൾ പിള്ളേരെല്ലാവരും കിടക്കും. അത് കഴിഞ്ഞ് എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഞാൻ പറയുക. ആ സമയത്ത് എൻ്റെ അപ്പച്ചൻ ജോലിയും കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞ് അവർ രണ്ടുപേരുടെ ഭക്ഷണം കഴിക്കുകയും അത് കഴിഞ്ഞ് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളിങ്ങനെ ഉറക്കത്തിൽ കേൾക്കാറുണ്ട്. പാട്ടുമൊക്കെ പാടി അവർ പ്രാർത്ഥിച്ച് കിടക്കും. രാവിലെയും അവരുടെ പാട്ട് കേട്ടോണ്ടായിരുന്നു ഞങ്ങൾ ഉണരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. ഹസ്ബൻഡിന്റെ വീട്ടിൽ പറയാനാണെങ്കിൽ ഹസ്ബൻഡ് കാത്തലിക് ബാക്ക്ഗ്രൗണ്ടാണ്. അവര് 7 മക്കളാണ്. മാതാവും പിതാവും ഇപ്പൊ ഇല്ല. 7 മക്കളിൽ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ വന്നിട്ടുള്ളത്. മറ്റവരെല്ലാം തന്നെ കാത്തലിക് വിശ്വാസത്തിലാണ് ഇപ്പോഴും. അവര് എല്ലാവരും വിദേശത്തായിരുന്നു. ഇപ്പോൾ എല്ലാവരും വന്ന് നാട്ടിൽ സെറ്റിലായിരിക്കുകയാണ്. അവരുടെ എല്ലാവരുടെയും മക്കൾ ഇപ്പം വിദേശത്താണ്. പിന്നെ ഒരു ബ്രദറാണ്. ആ ബ്രദർ ജർമ്മനിയിൽ സെറ്റിലായിരിക്കുക. ബാക്കി 5 സഹോദരിമാരാണ്. അവരൊക്കെ നാട്ടിലുണ്ട്. പക്ഷെ മക്കളെല്ലാവരുടെയും മക്കൾ വിദേശത്താണ്. അപ്പൊ അതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങളെ ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം CSA ബാക്ക്ഗ്രൗണ്ടും കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടും ആയിരുന്നു ഞങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തു. ഇനി എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ, കുട്ടിക്കാലത്ത് 1 മുതൽ 4-ാം ക്ലാസ് വരെ നമ്മുടെ CSI സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടെ എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മോള്, മരുമകള്, അപ്പച്ചൻ്റെ മാവി, പിന്നെ ഒരു കസിൻ, ഈ 4 പേരെ ഉള്ളു അവിടുത്തെ ടീച്ചേഴ്സ്. അപ്പൊ CSIയുടെ സ്കൂളാണ്. അപ്പൊ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെ തത്ത പറയുന്ന കൂട്ട് ഒത്തിരി പറഞ്ഞ് എൻ്റെ മൂത്ത ബ്രദർ പഠിക്കുന്ന എല്ലാം കേട്ട് അതെല്ലാം കാണാപ്പാഠം പഠിക്കുകയും, അപ്പൊ എനിക്കും സ്കൂളിൽ പോണേ എന്നും പറഞ്ഞ് കരച്ചിലും ബഹളവും, അങ്ങനെ എന്നെ കൊണ്ടുവന്ന് ചുമ്മാതെ അവിടെ കൊണ്ടിരുത്തി ഈ ആങ്ങളയുടെ കൂട്ടത്തില്. അപ്പൊ ഞാൻ ആങ്ങളെക്കായി കൂടുതൽ അങ്ങ് പഠിച്ചെടുക്കും ഇതെല്ലാം. അവസാനം 3-ാം ക്ലാസ് ആയപ്പോഴാണ് എന്നെ ചേർക്കുന്നത് ക്ലാസ്സിൽ. കാരണം പ്രായമൊന്നും ആയിട്ടില്ല അപ്പോഴും. ഇച്ചിരി വയസ്സ് കൂട്ടി വെച്ച് എന്നെ 3-ാം ക്ലാസ്സിൽ ഇങ്ങനെ ചേർത്തു. അപ്പൊ 1-ാം ക്ലാസ് അങ്ങനെ 1, 2, 3, 4 അവിടെ പഠിച്ചു. അതിനുശേഷം അന്നത്തെ കാലത്തൊക്കെ 5, 6, 7-ന് 5 എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് എന്നാണ് പറയുന്നത്. അല്ല, ഫസ്റ്റ്, 6 സെക്കൻഡ്, 7 തേർഡ്, അങ്ങനെയായിരുന്നു പറയുന്നത്. കാരണം 5-ാം ക്ലാസ്സിലാണല്ലോ നമ്മൾ ABCD പഠിക്കുന്നത്, ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ആ 5, 6, 7, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഇത് നമ്മുടെ അടുത്തുള്ള വേറൊരു മാനേജ്മെന്റ് സ്കൂളിൽ പോയി. അപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഉണ്ണാൻ വരും. ഉണ്ണാൻ വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്കെല്ലാം എല്ലാവരുടെയും പറമ്പിലും ഒക്കെ കയറി പുളിയും പുളിക്കായും ഒക്കെ പറിച്ചും തിന്നും അങ്ങനെ കളിച്ച് രസിച്ച് നടന്ന് നല്ലൊരു ഓർമ്മയൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ 8, 9, 10 ഞാൻ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്തെ സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിൽ നിന്നാണ് പിന്നീട് പഠിക്കുന്നത്. അപ്പൊ ഈ കാത്തലിക്സിന്റെ പ്രാർത്ഥനയും അതിലുമൊക്കെ അങ്ങ് സംബന്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സൺഡേ സ്കൂളിലൊക്കെ പോകുന്ന കാലത്താണെങ്കിൽ CSIയിലായിരുന്നപ്പം എല്ലാത്തിനും പിന്നെ നല്ല വാക്യങ്ങളെല്ലാം പറയുന്നതിനും എല്ലാ ക്ലാസ്സിലും സൺഡേ സ്കൂളിൽ നിന്ന് സമ്മാനം മേടിക്കുകയും അങ്ങനെയൊക്കെ ഉള്ള നല്ല കാലങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ 14 വയസ്സും 5 മാസം ആയപ്പോ തന്നെ 6th പാസ്സായി. എന്നുവെച്ചാൽ SSLC പാസ്സായി. അപ്പൊ ആളും ഇച്ചിരിയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട് വീട്ടില്. എൻ്റെ അമ്മാച്ചൻ പറഞ്ഞു പിന്നെ അവള് സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് കോളേജിൽ ചേരട്ടെ. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ഞാൻ കോളേജിൽ ചേർന്നു. ബിഷപ്പ് മൂർ കോളേജിലായിരുന്നു. രാവിലെ ട്രെയിനിനാണ് പോകുന്നത്. 6:30 ട്രെയിൻ. 6:30 വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ കുറച്ച് നടക്കും. പിന്നെ ട്രെയിനിന് പോകും. അവിടെ നിന്ന് മാവേലിക്കര സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത കോളേജ്. അപ്പൊ അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ ഒരു CSIയിലെ ഉപദേശിയായിരുന്നു. അപ്പം PDC ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പം അപ്പച്ചൻ വീട്ടിൽ വന്നിട്ടും എന്നെ ഇങ്ങനെ വരുന്ന വീട്ടിലോട്ട് വെക്കേഷൻ അവിടെ കഴിക്കാനായിട്ട് അങ്ങനെ അപ്പച്ചൻ വന്ന് എന്നെ അവിടെ കൊണ്ടുപോയി. അപ്പൊ അവിടെയാണെങ്കിൽ അവർ 6 മക്കളാ.
അപ്പച്ചൻ CSIയിലെ ഉപദേശിയാ. അപ്പൊ ആ ഒരു സമയത്തും ഇവരെല്ലാവരും പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നു. അതായത് അവിടുത്തെ അമ്മച്ചി, എൻ്റെ പ്രായമുള്ള ഒരു ബ്രദറുണ്ട്, പിന്നെ അതിൻ്റെ മൂത്ത ഒരു ചേച്ചി. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന് പാട്ടും പ്രാർത്ഥനയും രാത്രിയൊക്കെ ആകുമ്പോഴത്തേന് ഡ്രമ്മും ഒക്കെ അടിച്ച് ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രാർത്ഥന. ഇത് എന്നെ അങ്ങ് വല്ലാതെ എനിക്കൊന്നും വല്ലാതെ അഭിഷേകമൊക്കെ പ്രാപിച്ചു. ഭയങ്കര പാട്ട്, പ്രാർത്ഥന, പുതിയൊരു അനുഭവമായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പം ഒരു അവിടെയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഒരു ദിവസം അമ്മച്ചി പറഞ്ഞു, പിള്ളേരെ എല്ലാവരും കൂടെ പോയി ഉച്ച കഴിഞ്ഞ സമയത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ മുറിക്കകത്ത് കയറി ഇരുന്ന് പാട്ട് പാടുകയും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാനങ്ങ് അഭിഷേകത്താൽ നിറഞ്ഞു. അന്ന് അഭിഷേകമാണെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ അഭിഷേകത്താൽ നിറഞ്ഞു പെട്ടെന്ന് ഞാൻ കാണുന്ന ഒരു ഗോവേണി മുറിക്കകത്തൂടെ മേളോട്ട് പോകുന്നു. നമ്മുടെ വീടിന്റെ റൂഫും കഴിഞ്ഞ് അങ്ങ് പോകുന്നു. അതിൽ നിന്നുകൊണ്ട് ഒരാൾ ഏതാണ്ട് പറയുന്നു എന്നോട്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്നും. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കമ്മലും ഒക്കെ ഊരി അവിടെ അങ്ങ് വെച്ചു. ഇതൊന്നും ആരും എന്നോട് പറയുന്നില്ല. പക്ഷെ ഞാനിതെല്ലാം ഊരി വെച്ചു. പിന്നെയും ഞങ്ങളിരുന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പം അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ട് ഗോവേണയെ കൂടെ കുറെ പേര് കയറി പോവുകയും ചെയ്യുന്നു. അതിന്റെ മണ്ടയിലാരും ഒരാൾ നിന്നുകൊണ്ട് ഏതാണ്ടൊക്കെ പറയുന്ന ഞാൻ കേട്ടു. അന്നേരം പറഞ്ഞു, അയ്യോ. അമ്മച്ചി പറഞ്ഞു, മോളെ ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിലെ യാക്കോബ് കണ്ട ദർശനത്തെ കുറിച്ചാ പറയുന്നത്. അത് പിന്നെ നിന്നെ അനുഗ്രഹിച്ചതാ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. നീ മോളെ അങ്ങനെ ജീവിക്കണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, മറ്റുള്ളവരെ പോലെ ആകരുത്, ഇങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ അവധിയൊക്കെ തീരാറായി. അപ്പൊ ഞാനും ഭയങ്കരമായിട്ട് അഭിഷേകമൊക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുകയാണല്ലോ. എപ്പോഴും പ്രാർത്ഥനയും എപ്പോഴും ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ വരുന്നുണ്ട്. ദൈവത്തോട് എൻ്റെ ഉള്ളിൽ ഭയങ്കര സ്നേഹവും. അങ്ങനെ അത് കഴിഞ്ഞ് അവധി തീരാറായി. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന ഉടനെ പിന്നെ അപ്പോഴത്തേക്ക് എനിക്ക് CSI ചർച്ചിൽ പോകണ്ട. ഞാൻ പെട്ടെന്ന് അടുത്തൊരു AG ചർച്ചുണ്ട്. അപ്പൊ അവിടെയായിരുന്നു ഞാൻ പോവുക. അവിടെ പോയി 2-3 ആഴ്ച പോയി കഴിഞ്ഞപ്പം എൻ്റെ അപ്പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ വന്നിട്ട് പറഞ്ഞു, ലീല എവിടായിരുന്നു നീ? പള്ളിയിൽ കണ്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ കുട്ടി പള്ളിയില പോയത്. അപ്പൊ ചോദിച്ചാൽ, അതെന്താ ഇനി മേലെ അവിടെ പോയി പോരുത്, അവിടെ കാണാൻ കണ്ടുപോയിട്ടുണ്ട്, നിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കുമോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് പക്ഷേ എതിർത്ത് നിൽക്കാനോ എതിർത്ത് പറയാനോ ഒന്നും അറിയത്തില്ല, വചനവും ഒന്നും അറിയത്തില്ല. അതോടെ ഷൂക്കെന്നും പറഞ്ഞ് എൻ്റെ ഇതെല്ലാം പോയി. അത് കഴിഞ്ഞ് 3-4 ദിവസം കഴിയുമ്പം കോളേജ് തുറക്കും. അപ്പൊ കോളേജ് തുറന്നപ്പം പയ്യെ കമ്മലും ഒക്കെ വാരിയിട്ട് അങ്ങ് കോളേജിൽ പോയി. പിന്നെ ആ പള്ളിയിലോട്ട് പോയില്ല. പക്ഷെ എപ്പോഴും എൻ്റെ ഉള്ളിലൊരു ഭയങ്കര ദൈവത്തോടുള്ള സ്നേഹവും, എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും ബൈബിൾ വായിക്കും. മാവിൻ്റെ ചുവട്ടിലൊക്കെ ബൈബിൾ എടുത്തോണ്ട് പോയിരുന്ന് ബൈബിൾ വായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ആകാശത്തോട്ട് നോക്കും, കർത്താവ് വരുന്നുണ്ടോ, എന്നെ ഇപ്പൊ കൊണ്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പിന്നെ അങ്ങ് കോളേജിൽ പോയി. എല്ലാം കഴിഞ്ഞു. CSIയിലാ പോയത്. അങ്ങനെ അങ്ങ് കോളേജ് കണ്ടിന്യൂ ചെയ്തു. സെക്കൻഡ് ഇയർ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം പിന്നെ ആ സമയത്തേക്ക് എൻ്റെ അമ്മയുടെ അമ്മാച്ചന്, അപ്പൊ അവരും കൂടെ ഒക്കെ ആയിരുന്നു ഇച്ചിരി സഹായിക്കുന്നത് കോളേജിൽ പോകാനൊക്കെ. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഇനിയിപ്പോ അവിടെ BScക്ക് ഒന്നും വിടണ്ട, കാരണം അമ്മയ്ക്ക് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് നേഴ്സിങ്ങിന് വിട്ടാല് പിന്നെ സ്റ്റൈപ്പൻഡും കിട്ടും, കുഞ്ഞുമോടെ പ്രയാസം കുറെ മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്കും സന്തോഷം. അങ്ങനെ 71 ബോംബെയിൽ ഞാൻ നേഴ്സിങ്ങിന് കടന്നുപോയി. JJ ഹോസ്പിറ്റലിലെ നേഴ്സിങ്ങിന് കടന്നുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ആരും പെന്തക്കോസ്തുകാരും എൻ്റെ ബാച്ചിലില്ല. CSIക്കാർ 2-3 പേരുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരും കാത്തലിക്സാ. അപ്പൊ അപ്പൊ ഈ ഞായറാഴ്ച അവധി കിട്ടിയെങ്കിൽ മാത്രമേ രാവിലെ CSI പള്ളിയിലും പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ബ്രദർ ഇന്ന് ബോംബെയിലുണ്ട്. ബ്രദർ അവിടുന്ന് വന്ന് ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ വേണം. അപ്പം ഇപ്പൊ ഈ കൂട്ടുകാരെവിടെ പോകുന്ന അവരുടെ കൂട്ടത്തിൽ ഞാനും അങ്ങ് പോകും. കൂടുതലും ഇതായിരിക്കും കാതലിക്സിന്റെ പറയാം. കാരണം അടുത്തെല്ലാം കാതലിക്സ് പള്ളിയുണ്ട്. എപ്പോ ചെന്നാലും അവിടെ എന്തുവാ പറയുന്നത്, കുർബാനയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങ് കാലം കഴിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അമ്മയുടെ അന്ന് എഴുത്തൊക്കെ വരുമല്ലോ. അപ്പൊ അമ്മയുടെ എഴുത്ത് വന്നപ്പോൾ പറഞ്ഞു, CSIയിൽ ഇങ്ങനെ കൺവെൻഷൻ ആയിരുന്നു, പുഷ്പരാജ് എന്ന് പറയുന്ന ഒരു ദൈവദാസനായിരുന്നു. അപ്പം മെസ്സേജ് എല്ലാം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിക്കാനുള്ളവർ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാൻ പോയി. അപ്പൊ എന്നോട് ചോദിച്ചു, എന്തുവാ പ്രാർത്ഥന വിഷയം? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ 5 മക്കളും അവരും കുടുംബമായി ദൈവകൃപയിലാകണം. അപ്പൊ ഞാനോർത്ത്, അതെന്താ ഈ ബുദ്ധിമുട്ട് മാറണമെന്നോ ആങ്ങളൊക്കെ ഒരു ജോലി കിട്ടണമെന്നോ ഇതൊന്നും അമ്മയ്ക്ക് പറയണ്ടായിരുന്നോ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയും ചെയ്തു.
ആ, എന്നാലും അപ്പൊ അങ്ങനെ അങ്ങ് പോയി. നഴ്സിംഗ് പഠിത്തം എല്ലാം കഴിഞ്ഞു. ഇടയ്ക്ക് അമ്മയുടെ എഴുത്തൊക്കെ വരും. നല്ല ഉപദേശങ്ങളൊക്കെ തന്നോണ്ട് എഴുത്ത് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തയക്കും. അങ്ങനെ കാലം കഴിഞ്ഞു. 75 ആയപ്പം ഞാൻ നഴ്സിംഗ് പാസ്സായി. നഴ്സിംഗ് പാസ്സായി അവിടെ തന്നെ ഗവൺമെന്റിൽ തന്നെ ജോലി കിട്ടുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ വീടിനെ നോക്കണം. അങ്ങനെ ആയിരുന്നു എൻ്റെ മുഖ്യ ലക്ഷ്യം. അങ്ങനെയൊക്കെ വീടിനെ നോക്കി സഹായിച്ചുമൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ 77 എനിക്ക് കുവൈറ്റിലോട്ട് വരാൻ ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ വന്നു. കുവൈറ്റിൽ വന്നു. 77 ഫെബ്രുവരി മാസത്തിൽ ഞാൻ കുവൈറ്റിൽ വന്നു. ഫെബ്രുവരി ആ വർഷം തന്നെ 77 നവംബറിൽ എൻ്റെ വിവാഹം നടന്നു. അപ്പൊ എൻ്റെ വിവാഹം നടക്കുന്നതും ഒരു കാത്തലിക്സുമായിട്ടാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പം എനിക്കപ്പം ഒത്തിരി ഒന്നും ഇങ്ങനെ അറിയത്തില്ല. കാരണം രക്ഷ ഇത് അങ്ങനെ അറിയാം. എന്നീ പള്ളി ഭക്തിയായിട്ട് പോവല്ലേ. അപ്പം ക്രിസ്ത്യാനികളാ, അപ്പൊ നമ്മളെല്ലാം സ്വർഗ്ഗത്തിൽ പോകും എന്നുള്ള ചിന്തയൊക്കെ ഉള്ളൂ. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങളുടെ വിവാഹം നടന്നു. ഹസ്ബൻഡിന്റെ അങ്കിളുമാര്, ആന്റിമാര്, സിസ്റ്റേഴ്സ് എല്ലാം അവിടെയുണ്ട്. എനിക്ക് മാത്രം ആരുമില്ല. അപ്പൊ ഞാൻ അവരുടെ ആ കാത്തലിക്സിന്റെ അങ്ങനെ അങ്ങായി. അങ്ങനെ പക്ഷെ വളരെ സന്തോഷകരമായ പിന്നെ വിവാഹ ജീവിതമൊക്കെ ആയിരുന്നു. അവരുടെ ആന്റിക്കും അങ്കിളിനും ഒക്കെ എന്നെയും ഭയങ്കര കാര്യം. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തെ ഇങ്ങനെ പോകുന്നു. ആ സമയത്ത് ആഹ് 78 തന്നെ എനിക്കൊരു മകളുണ്ടായി. മകളുടെ പേര് ലീബ എന്നാണ്. അപ്പം എനിക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പം പെൺകുഞ്ഞ് കിട്ടിയോണ്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ പിന്നെയും വലിയ സന്തോഷത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. 1979 ഡിസംബർ ആയപ്പോൾ എനിക്ക് അടുത്ത മകനുണ്ടായി. അപ്പൊ ആ മകൻ അന്നൊന്നും ഇങ്ങനെ സോണാറോ അൾട്രാസൗണ്ട് ചെയ്യുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ. കുഞ്ഞുണ്ടായി കഴിയുമ്പോഴേ ആണോ പെണ്ണോ എന്നറിയത്തുള്ളൂ. പിന്നെ ഇപ്പോഴൊക്കെയാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്താൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാനൊക്കെ അറിയാൻ പറ്റും. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. അപ്പം 79 എനിക്ക് മകനുണ്ടായി. അത് ഓപ്പറേഷൻ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞു. വൈകിട്ടായപ്പം വിസിറ്റിംഗ് ടൈമിൽ എന്നെ ഹസ്ബൻഡും എല്ലാവരും കാണാനൊക്കെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞെന്തിയെ? അന്നേരം പറഞ്ഞ് സിസേറിയൻ അല്ലേ, അതുകൊണ്ട് പിന്നെ അവര് നഴ്സറി വെച്ചൊക്കെ നാളെ ലീലയുടെ അടുത്ത് കൊണ്ടെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്കൊന്നും കാണാനും പറ്റുന്നില്ലല്ലോ. അതിനെന്നാ രാവിലെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും അങ്ങ് പോയി. അപ്പൊ 2 മണിക്കൂർ ഈ വിസിറ്റിംഗ് ടൈമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ വാർഡിലിരിക്കും കിടക്കുമ്പോഴേ ഒരു ഡോക്ടർ ഇങ്ങോട്ട് വന്നിച്ചു, ആരാ റേച്ചൽ ഫിലിപ്പ്? അപ്പം എൻ്റെ അടുക്ക വന്ന് അവിടെ ഇരുന്നു. നീ എവിടെ ജോലി ചെയ്യുന്നേ? അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നോട് ചോദിച്ചു. നീ വല്ലതും മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നോ പ്രഗ്നൻസി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. പിന്നെന്തോ എക്സ്റേ ഒക്കെ വല്ലതും പോയോ? ഞാൻ പറഞ്ഞു ഒന്നും എനിക്കില്ല. എനിക്കൊരു മോർണിംഗ് സിക്നസ് ഇല്ലായിരുന്നു. ഒന്നും ഇല്ലായിരുന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് ഇവരെന്താ എങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്. അന്നേരം പറഞ്ഞു ഞാൻ പെഡിയാട്രീഷ്യനാ. നിന്റെ മകൻ എൻ്റെ അടുക്കലുണ്ട്. ഞാനിപ്പം കൊടുത്തുവിടാം. പക്ഷെ അവനൊരു ചെറിയ ഡിഫക്റ്റ് ഉണ്ട് അതിന്. അപ്പൊ അവരാ പറഞ്ഞത് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവര് പറഞ്ഞ് ഹി ഹാസ് ഓൺലി 1 ലിംബ് ഇങ്ങനെ. പക്ഷെ ഞാൻ ഓർക്കും ഞാനത് കേട്ടോ കേട്ടില്ലയോ, അതോ എന്നോടാണോ ഈ പറയുന്നത് ആ ഒരു ഇത്. അപ്പൊ പറഞ്ഞു ഇപ്പൊ ഞാൻ കുഞ്ഞിനെ നിന്റെ അടുക്കലോട്ട് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ ഇങ്ങനെ പൊതിഞ്ഞു കെട്ടിയാണല്ലോ കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ അവന് പറ്റിയൊന്ന് കാണിച്ചു. അപ്പൊ ആ സിസ്റ്റർ ഇങ്ങനെ തുറന്നിങ്ങനെ അങ്ങോട്ട് കാണിക്കുമ്പം കുഞ്ഞിന്റെ ഈ വലത് കൈ ഇവിടം വരെ ഇത്രയേ ഉള്ളൂ. ഈ ജോയിന്റ് ഉണ്ട് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനിത് അയ്യോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് വെക്കുകയും പിന്നെ ഞാനങ്ങ് ഷോക്കിലായി. അപ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ ഞാനൊന്ന് കണ്ണ് തുറന്നാൽ ഉടനെ അലറി വിളിച്ച് കരയും. അപ്പൊ പിന്നെ അവരെന്നെ ഇഞ്ചക്ഷനൊക്കെ തന്ന് അങ്ങനെ ഇട്ടേക്കുക, മയക്കി ഇട്ടേക്കുക. അപ്പോഴത്തേക്ക് അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ അവിടെ വന്നായിരുന്നു. അവരെൻ്റെ അങ്കിളിനോടും ആന്റിയോടും ഒക്കെ വിളിച്ചു പറഞ്ഞു ലീല വിവരം അറിഞ്ഞു, നിങ്ങൾ ഇവിടെ ഭയങ്കര ബഹളമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്നെ കാണാൻ വന്നു. അപ്പൊ അതില് ബേച്ചാന്റെ അങ്കിൾ ഒരു നല്ല ഒരു മനുഷ്യനാണ്. നല്ല വിവരമുള്ളവരാണ്. അപ്പം എന്നോട് പറഞ്ഞു എന്തിനാ ലീല ഈ കരയുന്നേ? ഞാൻ പറഞ്ഞു അവൻ എങ്ങനെ നടക്കും, അവൻ എന്ത് ചെയ്യും, അവന് ഇങ്ങനെ കുറേ അതിന് പറഞ്ഞു അതിന് തന്നെ ഒരു വൃക്ഷം വളർന്നു വന്ന് അതിന്റെ ഒരു കമ്പ് പൊട്ടിയെന്നും പറഞ്ഞ് അതെല്ലാം കൂടെ പോകുന്നു. അതുപോലെയുള്ള അവൻ നല്ല മിടുക്കനല്ലേ. പിന്നെ ഇങ്ങനെ കുറേ കാര്യമൊക്കെ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ദൈവം നമുക്ക് തന്ന നിധി അവന് എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ടങ്ങ് ഇവരും ഇക്കഴിയും. ഞാൻ പിന്നെയും കരയും. എല്ലാവരുടെയും പിള്ളേർക്ക് മക്കൾക്ക് കൈയുണ്ട്, എൻ്റെ മോന് മാത്രം കൈയില്ല. എൻ്റെ ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്ത്, ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതിയും പറഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന്
ഞാനിങ്ങനെ ഓർത്ത് ദൈവമേ എന്ത് പാപമാണ് ഞാൻ ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ആ രാത്രി ഞാൻ ഇങ്ങനെ കാണുക യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. പിറവി കുരുടനെ കണ്ടിട്ട് ശിഷ്യന്മാര് കർത്താവിനോട് ചോദിക്കുന്നില്ലേ, ഇവനോ എൻ്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ പിന്നെ ഇവൻ ഇങ്ങനെ ആകാൻ കാരണം? അപ്പൊ കർത്താവ് പറയുന്നുണ്ടല്ലോ, ഇവനോ എൻ്റെ അമ്മപ്പനോട് പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനാണല്ലോ. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ച കഥയും എനിക്ക് ഭയങ്കര ധൈര്യമായി. അപ്പം ശരിയാണ്, ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ഇവനിൽ വെളിപ്പെടാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ സൃഷ്ടിച്ച് എന്ന് ഞാൻ ആശ്വസിച്ചു. അതിനു മുമ്പ് ആരെല്ലാം ആശ്വസിപ്പിച്ചാലും എനിക്ക് ആശ്വസിച്ചില്ല. വിസിറ്റിംഗ് ടൈം വന്ന് ഇവര് ഹസ്ബൻഡ് സത്യം ചെയ്യിപ്പി ഇനിയും കരയത്തില്ലെന്ന് പറയാം, നമുക്ക് അവനെ നല്ലതുപോലെ വളർത്തണം, നമ്മുടെ മോനല്ലേ ഇനിയും കരഞ്ഞു പോരെന്നൊക്കെ പറഞ്ഞിട്ടു പുള്ളി അങ്ങ് പോയി കഴിയുമ്പോൾ ഞാൻ കരച്ചിലും തുടങ്ങും. അങ്ങനെ ആയിരുന്നു. പക്ഷെ ഈ വാക്യം ദൈവം എന്നെ ഓർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ധൈര്യപ്പെട്ടു. അങ്ങനെ 6-7 ദിവസം കഴിഞ്ഞ് പിന്നെ ഡിസ്ചാർജ് ആയി. ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു നല്ല ധൈര്യത്തോടൊക്കെ ഇരിക്കുക. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പം പിന്നെ 10-20 ദിവസം 10-20 ദിവസമായി. 20-ാമത്തെ ദിവസം ഇതുപോലെ രാത്രി പിന്നെയും കൊച്ചു കിടന്ന് ഭയങ്കര കരച്ചില്. അങ്ങ് കരച്ചില്, പാല് കുടിക്കുന്നില്ല, ഒന്നുമില്ല. 2 മണി സമയമായി. അപ്പൊ 2 മണി സമയമായപ്പം ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ മടിയിൽ വെച്ചുകൊണ്ട് പാല് കൊടുക്കുക. പക്ഷെ ഇത് കുടിക്കുന്നുമില്ല. അപ്പം ഞാനിപ്പോ പെട്ടെന്ന് മനസ്സിലോർത്തോ ഇവനീ പുറമേ കാണുന്ന പിന്നെ ഈ ഇത് മാത്രമല്ല, അകത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. എൻ്റെ ദൈവമേ എന്തുവാ ഇത്? എൻ്റെ കർത്താവേ, ഇതിനെ വളർത്താനുള്ള ഒരു കൃപ എനിക്ക് തരണേ. ഞാനിവനെ വളർത്താം, ഇവനെ വളർത്താനുള്ള കൃപ എനിക്ക് തരണം. എങ്ങനെ ഞാൻ വളർത്തണം? ഞാൻ നിന്റെ കയ്യിൽ അങ്ങ് ഏൽപ്പിക്കുക. പക്ഷെ എൻ്റെ കുഞ്ഞിന് നല്ല ആത്മധൈര്യം കൊടുക്കണം. ഇവൻ വളർന്നു വരുമ്പം ഓരോരുത്തർ ഒറ്റക്കയ്യാന്ന് വിളിക്കും. പക്ഷെ അതിനെയൊക്കെ നേരിടാനുള്ള കൃപയും നീ അവന് കൊടുത്ത് അവനെ വളർത്താനുള്ള കൃപയും എനിക്ക് തരണം. അതല്ലെങ്കിൽ നീ കുഞ്ഞിനെ ഇപ്പൊ തന്നെ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് ഞാനങ്ങ് കരയുക. ഈ കണ്ണുനീര് കുഞ്ഞിന്റെ വയറ്റത്തൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ കാണിക്കുന്നത് ഹാഗാർ ഇരുന്ന് പിന്നെ ഇസഹാക്കിനെ കൊണ്ടുവന്ന് അമ്പുംപാട് ദൂരത്ത് വെച്ചിട്ട് ഇരുന്ന് കരയുന്നതും ദൈവശബ്ദം കേൾക്കുന്നതും അവളുടെ മുൻപിൽ ഒരു സ്പ്രിങ് ഇങ്ങനെ പൊട്ടി ഒഴുകി വരുന്നേ. അപ്പൊ ആ കാഴ്ചയാണ് എന്നെ കാണിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഞാൻ നോക്കുമ്പോൾ ഒരു സ്പ്രിങ് ഇങ്ങനെ വരുന്നു, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ വീണ്ടും ധൈര്യപ്പെട്ടു. എൻ്റെ കരച്ചിലിൽ നിന്ന്, കൊച്ചിന്റെ കരച്ചിലിൽ നിന്നും കർത്താവിന്റെ കയ്യിൽ ഞാൻ അവനെ ഏൽപ്പിച്ചു. ആ അന്ന് കർത്താവ് അവനെ ഏറ്റെടുത്തതാ. അതിനുശേഷം അവന്റെ കാര്യത്തിന് ഒന്നിനും എനിക്ക് കരയേണ്ടതായിട്ട് വന്നിട്ടില്ല. ദൈവം അവനെ വളരെ മിടുക്കനായിട്ട് അത്ഭുതമായിട്ട് ദൈവം നടത്തിക്കൊണ്ടുവന്നു. പിന്നെ അവന് അതുവരെ പേരിട്ടില്ല. അപ്പൊ പേരിടണം. അപ്പൊ പേരിടാൻ അപ്പൊ എൻ്റെ അങ്കിള് വേച്ചൻ്റെ അങ്കിള് പറഞ്ഞു, ലീബ എന്നുള്ള പേര് ലീല ബേബിച്ചന്റെ പപ്പാതി എടുത്തിട്ടതാ. അപ്പൊ എന്നോട് പറഞ്ഞ്, അപ്പം ഞാനൊരു പുസ്തകം തരാം, ലീല അത് വായിക്ക, എന്നിട്ട് ലീല തീരുമാനിക്ക് നെൽസൺ എന്ന് പേരിടണമെന്ന്. അപ്പൊ എന്തോ അഡ്മിറൽ നെൽസന്റെ ബയോഗ്രഫിയാ എനിക്ക് തന്നെ. ഈ അഡ്മിറൽ നെൽസൺ 1700-ാം ആണ്ട് കാലത്തൊക്കെ ജീവിച്ചിരുന്നേ. അപ്പം ഒരു 18 വയസ്സായപ്പോൾ നേവി പോയിട്ട് ആ സമയത്ത് ബാറ്റിൽ ഫീൽഡിൽ പോയി വലത് കണ്ണും വലത് കൈയും നഷ്ടപ്പെട്ടു. അങ്ങനെ വലത് കണ്ണും വലത് കൈയും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒട്ടും ലൈഫ് ഗിവപ്പ് ചെയ്യാതെ നേവിയിലെ ഏറ്റവും ടോപ്പ് പോസ്റ്റാണ് അഡ്മിറൽ. അപ്പൊ ആ അഡ്മിറൽ പദവി വരെ എത്തിച്ചേർന്നു. ഒത്തിരി വിജയങ്ങൾ നേടി. അങ്ങനെ ലോക പ്രശസ്തനായ ഒരാളാണ് അഡ്മിറൽ നെൽസൺ. അപ്പം അതുകൊണ്ട് ഈ പേരിട്ടാല് നമുക്ക് അവനെ എൻകറേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും വായിച്ചിട്ട് ശരി അത് അങ്ങനെയാണ് മോന് നെൽസൺ എന്നുള്ള പേരിടുന്നത്. അങ്ങനെ ആ പേരിട്ട് എന്നിട്ട് ഇവനെ മനസ്സിലാകുന്ന കാലം തുടങ്ങി ഞാൻ പറയും, മോനെ അഡ്മിറൽ നെൽസൺ ബാറ്റിൽ ഫീൽഡിൽ പോയി വേൾഡ് ഫേമസ് ആയി. പക്ഷെ എൻ്റെ മോന് പിന്നെ ഗോസ്പൽ സ്പ്രെഡ് ചെയ്ത് വേണം വേൾഡ് ഫേമസ് ആകാൻ. അതാ മമ്മയുടെ ആഗ്രഹം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ കൊച്ചു പ്രായം മുതലേ ഇവനെ വിശ്വാസത്തിൽ മോനെ ദൈവമാ മോനെ ഇങ്ങനെ സൃഷ്ടിച്ചത്. ഓരോരുത്തർ പെട്ടെന്ന് കാണുമ്പോൾ മോനെ നോക്കുക, അതിശയിക്കും, എന്തോ പറ്റി, ആക്സിഡന്റ് ഉണ്ടായതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവരോടൊക്കെ മോൻ ധൈര്യമായിട്ട് പറയണം, ഇല്ല എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതാ എന്നങ്ങ് പറഞ്ഞേച്ചാൽ മതി. 2 കൈയുള്ളവരെക്കായി മോനെ ദൈവം മിടുക്കനാക്കി വളർത്തും. 2 കൈയുള്ളവരെന്താ ചെയ്താൽ അതൊക്കെ ഒരു സാധാരണ കാര്യമാണ്.
പക്ഷെ മോൻ എന്തെങ്കിലും ചെയ്താൽ ദൈവത്തിൻ്റെയാണ് അതിൻ്റെ മഹത്വം പോകുന്നത്. ദൈവം മോനെ അവരെക്കാളെല്ലാം മിടുക്കരാക്കും, മോൻ ഒന്നിനും പുറകോട്ട് പോകരുത് എന്ന് പറഞ്ഞ് ഒത്തിരി ധൈര്യപ്പെടുത്തി അവന് ഇങ്ങനെ പ്രാർത്ഥിക്കാനും അതിനും അങ്ങനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ സ്കൂളിൽ പോകാനും സ്കൂളിൽ പോയി സ്പോർട്സിനും എല്ലാത്തിനും ചേരും. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായിരിക്കും, എല്ലാ വിഷയത്തിനും ടോപ്പ് മാർക്ക് കിട്ടും. രണ്ട് മക്കളും ദൈവകൃപയാൽ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പഠിപ്പിക്കാനൊന്നും പുറകെ മോനാണെങ്കിൽ പിന്നെ പോകാൻ നേരം എന്നോട് പറയും, മമ്മ ഇന്നെനിക്ക് ഇത്ര മണിക്ക് ടെസ്റ്റ് ഉണ്ട്, പ്രാർത്ഥിച്ചോണേ. അപ്പൊ ഞാൻ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ക്വാർട്ടർ മാർക്ക് പോയി പറയും, മമ്മ മമ്മ ഇന്ന് പ്രാർത്ഥിച്ചില്ല അല്ലേ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ, എൻ്റെ ക്വാർട്ടർ മാർക്ക് പോയില്ലേ? അങ്ങനെ അതുപോലെ നല്ല വിശ്വാസത്തിലൊക്കെ ദൈവം വളർത്തി വന്നു. അങ്ങനെ ഇരിക്കെ കാലങ്ങൾ കഴിഞ്ഞു. 1990 ആണ്ടാണ്. പിന്നെ അതിനിടെയെന്ന് പറയട്ടെ, ഞങ്ങൾ ഈ കാതലിക്സിന്റെ ഈ വിശ്വാസത്തിൽ തന്നെ പോകുന്നു. ഞങ്ങളുടെ ജീവിതം ഭയങ്കര സന്തോഷമാണെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിലൊരു ശൂന്യതയുണ്ട്, ആത്മീയ ശൂന്യത. കാരണം ഹസ്ബൻഡിന് ഈ പ്രാർത്ഥിക്കാനും ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട്, ഇങ്ങനെ എന്തിനാണ് നീ ശബ്ദം വെച്ചൊക്കെ പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തിന് കേൾക്കത്തില്ല എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ എനിക്ക് ഓഫോ ഈവനിങ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ നേരം ബൈബിൾ വായിക്കും, തനിയെ പ്രാർത്ഥിക്കും. അപ്പൊ ഈ പ്രാർത്ഥിക്കാനൊക്കെ രണ്ട് കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അവരും അതുപോലെ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. ഹസ്ബൻഡ് കൂടി ഇരിക്കുമെന്നേ ഉള്ളൂ, പ്രാർത്ഥിക്കാനൊന്നും അങ്ങനെ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1990 കുവൈറ്റും ഇറാഖും കൂടെ ഉള്ള യുദ്ധം ഉണ്ടായല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ലീവിന് പോയി മക്കൾ രണ്ടുപേരും 5ലും 6ലും അവിടം വരെ എത്തി. അങ്ങനെ കുവൈറ്റ് നാട്ടിൽ ചെന്ന് ഓഗസ്റ്റ് 8 ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടതായിരുന്നു. ഓഗസ്റ്റ് 2 ആയപ്പം കുവൈറ്റില് യുദ്ധം ഉണ്ടായി. എല്ലാവരും തിരിച്ച് നാട്ടിലോട്ട് വരുന്നു. അങ്ങനെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസയും തീർന്നു. അത്രയും നാൾ വരെ ഞങ്ങൾ 2 വീട്ടിലും ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള വീടാണ്. അപ്പം വീടിനെയൊക്കെ സഹായിച്ച് എല്ലാ പ്രോബ്ലങ്ങളും കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി കരുതാ എന്നൊക്കെ പറഞ്ഞാൽ ലീവിന് പോയി തിരിച്ചു വരാനും പറ്റിയില്ല. കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം തീർന്നു. വളരെ എന്ത് ചെയ്യും, ആകെപ്പാടെ എല്ലായിടത്തും നമ്മളോട് ദേഷ്യം, നിങ്ങളെന്താ ഒന്നും ഉണ്ടാക്കാൻ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. എനിവേ അപ്പം ഹസ്ബൻഡിന്റെ വീട്ടിലപ്പം അപ്പച്ചൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു പിന്നെ പെങ്ങളുടെ മകനും ഉണ്ട്. അപ്പൊ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അമ്മയുടെ വീട്ടിൽ വന്നു. അമ്മ പറഞ്ഞു, മോളെ നീ 17 വയസ്സോടെ നീ വീടിന് വേണ്ടി കഷ്ടപ്പെടുന്ന, ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, നീ ഇവിടെ നിൽക്കുമ്പോൾ പിള്ളേരെ ഞാൻ നോക്കിക്കോളാം. അപ്പം ഞങ്ങള് പിള്ളേരെ അവിടെ നിർത്തിയിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകാന്നുള്ള ഇതിൽ. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല, നീ ഇങ്ങോട്ട് ജോലിക്ക് പോകണ്ട, കുവൈറ്റിൽ തന്നെ മടങ്ങിപ്പോകാൻ ദൈവം അവസരം ഉണ്ടാക്കും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് തരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഈ പൈസ ഒന്നും ഇല്ലാതെ വന്നപ്പം ഒരുപാട് നമ്മൾ ചെയ്തതൊന്നുമില്ല, എന്നാൽ ആ പൈസ ഇല്ലാത്തതിൻ്റെതായ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഒത്തിരി അനുഭവിച്ചു. വീടും കൂടും ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല, മേടിച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും ദൈവം എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങി. രക്ഷയെക്കുറിച്ചും നിത്യതയെക്കുറിച്ച്, പിന്നെ ദശാംശം കൊടുക്കണം, ഇതൊക്കെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൈവം ഓരോന്നെന്നെ ഇങ്ങനെ കാണിച്ചു തരാനും എന്നോട് പറയാനും തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവം ഇത്രയും നാള് ഞാൻ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇനിയും എൻ്റെ ദൈവം എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയാലും എനിക്ക് എൻ്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ആയിരിക്കും എന്നുള്ള തീരുമാനത്തോടെ ഇരുന്നു. ആ സമയത്ത് CSL, അപ്പം വീട്ടിൽ വന്നപ്പോൾ CSIലാണല്ലോ, അപ്പം അവിടുത്തെ പിന്നെ കൺവെൻഷൻ നടക്കുന്നു, അതിനുമൊക്കെ പോയി കുറെ കൂടെ ആത്മീയമായിട്ട് ഒത്തിരി ബലപ്പെട്ടു, ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പം വചനത്തിൽ പറയുന്ന പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത്തും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആ ഇൻവേഷൻ ഉണ്ടായതും എല്ലാം നഷ്ടമായി തീർന്നതും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി. കാരണം ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു, ദൈവത്തോട് ഞാൻ കൂടുതൽ അടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 91 ജൂൺ ആയപ്പോൾ ആദ്യത്തെ ലിസ്റ്റില് കുവൈറ്റിലേക്ക് 50 പേരെ വിളിച്ച കൂട്ടത്തിൽ എൻ്റെ പേരും ഉണ്ടായിരുന്നു. സ്തോത്രം, എൻ്റെ ദൈവം എന്നെ അവിടെ മടക്കി കൊണ്ടുപോയി. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എന്ത് വന്നാലും എൻ്റെ ദൈവത്തിന് വേണ്ടി വേണം എനിക്ക് ജീവിക്കേണ്ടത്. അപ്പൊ ഹസ്ബൻഡിനെ തിരിച്ച് വിളിച്ചിട്ടില്ല, ഹസ്ബൻഡും പിള്ളേരും നാട്ടിലുണ്ട്.
ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു പ്രെയർ ഫെലോഷിപ്പിൽ പോയി. എക്യുമെനിക്കൽ പ്രെയർ എല്ലാ സഭകളും കൂടെ കൂടിയുള്ള പ്രെയർ ഫെലോഷിപ്പിൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, വായിക്കുന്നു, വചനം വായിക്കാനും എല്ലാം കൂടുതൽ താല്പര്യം. ദൈവത്തോട് ദിവസം തോറും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. ദൈവം ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ 92 ഹസ്ബൻഡിനെ 1 മാസത്തേക്ക് വിസിറ്റിംഗ് വിസയിൽ വന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ ഗവൺമെന്റ് ജോലിയായിരുന്നു, പക്ഷെ അവിടോട്ട് വിളിച്ചില്ല. ഹസ്ബൻഡ് തിരിച്ചു പോയി. പിന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ വിസയിൽ 92 അവസാനമായപ്പോൾ കുവൈറ്റ് വന്നു. അപ്പോഴും പിള്ളേരുടെ വിസയൊന്നും അവിടെ കൊടുക്കാൻ തുടങ്ങിയില്ല. 93 ആയപ്പം മക്കൾക്കും വിസ കൊടുത്തു. അങ്ങനെ എല്ലാവരും കുവൈറ്റിലെത്തി. അപ്പം ഹസ്ബൻഡ് വന്ന് 1 മാസം കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ ഒറ്റ ഒരു കാര്യമേ നിന്നോട് ചോദിക്കത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡും മക്കളും ഞങ്ങൾ കുടുംബമായിട്ട് ഒന്നിച്ച് നിന്ന് എൻ്റെ ദൈവത്തെ ആരാധിക്കണം. ഏക ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഞാൻ ധനമോ മാനമോ ഒന്നും ഞാൻ നിന്നോട് ചോദിക്കുകയില്ല. എനിക്കിത് മാത്രം മതി എന്ന് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ 93 ആയപ്പോഴ് മക്കള് 2 പേരും വന്നു. അവരെ 8ലും 9ലുമായിട്ട് അവിടെ സ്കൂളിൽ ചേർത്ത്. വന്നപ്പോൾ മുതൽ അവരെയും ഞാൻ ഈ ഫെലോഷിപ്പിൽ പ്രേയറിന് കൊണ്ടുപോകുമായിരുന്നു. ഹസ്ബൻഡ് വരത്തില്ല, പുള്ളിക്കൊരു പരാതിയില്ല. അങ്ങനെ ഞങ്ങൾ പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴ് അതിനിടെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് പിള്ളേര് ബോർഡിങ്ങിൽ ചേർത്തിട്ടാ വന്നത്. അത് കഴിഞ്ഞ് 93 ഞങ്ങളെല്ലാവരും ഒന്നിച്ചായി. പിള്ളേരും ഇങ്ങനെ പോകാൻ തുടങ്ങി. 94 ആയപ്പോഴേ അവര് 2 പേരും രക്ഷിക്കപ്പെട്ടു. അപ്പം മോള് നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പഠിത്തത്തിലൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി. അവൾക്ക് നാടൊട്ടും പിടിച്ചില്ല. ഇങ്ങനെ അസുഖങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയത് കാരണം ഇച്ചിരി മനപ്രയാസമൊക്കെ ആയിരുന്നു. അപ്പം ഇച്ചിരി അവളുടെ പഠിത്തത്തിൽ ഇച്ചിരി ഒരു ആവറേജായി. അല്ലെങ്കിൽ അവളും ടോപ്പിലൊക്കെ നിന്നതാ. അങ്ങനെ 94 വന്ന് അവരും രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലോട്ട് വന്നു കഴിഞ്ഞപ്പം ദൈവം അവരെയും ഉയർത്താൻ തുടങ്ങി. ദൈവം അവരെ ഉയർത്തി എന്ന് പറഞ്ഞാൽ മോൾക്കും നല്ല ടോപ്പ് മാർക്കൊക്കെ ലഭിക്കാൻ തുടങ്ങി. ഫെലോഷിപ്പിൽ പോകും, പ്രാർത്ഥിക്കും, സാക്ഷ്യം പറയും. അങ്ങനെ കുഞ്ഞുങ്ങൾ വളരെ ആത്മീയമായിട്ട് വളരാൻ ദൈവം സഹായിച്ചു. 94 ഞാൻ പറഞ്ഞില്ല, എന്നെ ദൈവം നാട്ടിൽ നിൽക്കുമ്പോൾ ദശാംശത്തെക്കുറിച്ച് മലാക്കി 3:10 വായിക്കാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ദശാംശമൊക്കെ കൊടുക്കണം. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനോർത്ത്, അയ്യോ, എൻ്റെ ശമ്പളത്തിൻ്റെ 10 കൊടുക്കുമ്പോൾ അന്ന് 350 കേടിയാ എൻ്റെ ശമ്പളം. അപ്പം 35 കേടി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലെ ചെലവിനുള്ള പൈസയുണ്ട് അന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇത്രയും കൊടുത്താല് ഞാൻ അഥവാ ദൈവത്തോട് പറഞ്ഞിട്ട് പിന്നെ ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ 10 കേടി കൊടുക്കുക എന്ന് തീരുമാനിച്ച് അങ്ങനെ 10 കേടി വെച്ച് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. 94 ഇപ്പം ഞാൻ തീരുമാനം എടുത്തില്ല. ഇനി എന്ത് വന്നാലും ഞാൻ ദശാംശം കൊടുത്തിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ പോകുന്ന ഫെലോഷിപ്പില് പിന്നെ ജനുവരി 1 ആകുമ്പോൾ ഇങ്ങനെ ഓരോ കാർഡ് എന്തോ പ്രോമിസസ് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ പ്രോമിസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ആമേൻ. ഈ വാക്യങ്ങളൊക്കെ എനിക്ക് അങ്ങ് ഭയങ്കര വിശ്വാസമാണ്. ഇതങ്ങ് മുറുകെ പിടിച്ചു. അങ്ങനെ ഏപ്രിൽ ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ജോലി സ്ഥലത്ത് ഇങ്ങനെ വീണെന്ന് വെച്ചാൽ സ്റ്റൂളേ നിന്ന് ഇങ്ങനെ കാലൊന്ന് തെന്നി ചെറിയ ഫ്രാക്ചർ. അങ്ങനെ ഫ്രാക്ചറായി പ്ലാസ്റ്ററൊക്കെ ഇട്ട് വീട്ടിൽ കിടക്കുക. ആ മാസം പിള്ളേരുടെ ഫീസും കൊടുക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. കർത്താവേ, ഹസ്ബൻഡിന് ഈ മാസം ശമ്പളം വരത്തില്ല, അങ്ങനെയാണ് നമ്മുടെ പൈസ തികയത്തില്ല. അപ്പൊ ഹസ്ബൻഡ് രണ്ടാമതൊന്ന് പ്രൈവറ്റിൽ കയറിയപ്പോൾ ഗവൺമെന്റിൽ കിട്ടിയതിന്റെ 1/3 ശമ്പളമേ ഉള്ളൂ. അപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇല്ല, ഞാൻ ചോദിക്കത്തില്ല കൂടുതൽ ശമ്പളം ഒന്നും, ഞാൻ നിന്നോട് ചോദിക്കുന്നത് എനിക്കിത് മാത്രം മതി, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ ഞാൻ ഒരു മുറി പോയിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നോട് വാഗ്ദത്തം 1-ാം തീയതി തന്നതല്ലേ, ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്നെ സഹായിച്ചേ പറ്റൂ, എനിക്ക് ആരോടും കടം ചോദിക്കാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഒരാൾ വന്ന് ബെല്ലടിക്കുന്നു. നോക്കിയപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കൂട്ടുകാരനാണ്. അപ്പൊ ആ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, ആൻറ്റി, എൻ്റെ കയ്യിൽ ഒരു 200 ദിനാറുണ്ട്, ആൻറ്റി ഇതിവിടെ വെച്ചേക്കാവോ? എൻ്റെ റൂമിലെങ്ങും പൂട്ടും അങ്ങനൊന്നും ഇല്ല, ഞങ്ങൾ ബാച്ചിലേഴ്സ് താമസിക്കുന്നില്ല, എനിക്കിത് നവംബറിൽ തന്നാൽ മതി, ആൻറ്റി ബാങ്കിൽ നിന്ന് എടുക്കണ്ട, ആൻറ്റി ഇത് വെച്ചോന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവം എത്ര വിശ്വസ്തന്. അപ്പോൾ എൻ്റെ വിശ്വാസം പിന്നെ അങ്ങ് കൂടുക. ഞാൻ 100 ചോദിച്ചുള്ളൂ, പുള്ളി 200 കൊണ്ടുവന്നു. ബാങ്കിൽ ഇല്ലെന്നുള്ളത് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസം ഇങ്ങനെ കൂടി അങ്ങനെ വന്നു. അപ്പൊ 90 അപ്പൊ മോൻ 8ൽ വന്നു. അപ്പൊ ആ വർഷം ഞാനിങ്ങനെ ഇടയ്ക്ക് ബുക്കൊക്കെ ചെക്ക് ചെയ്യും, പിള്ളേരുടെ ബാഗും ഒക്കെ ചെക്ക് ചെയ്യും, കൂട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന എൻ്റെ ഒരു സ്വഭാവമാണ്.
അപ്പം ഞാനിങ്ങനെ ബുക്ക് വെക്കുമ്പോൾ മോൻ്റെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് മൈ നെയിം, ഒരു കോമ്പോസിഷൻ. അപ്പം മൈ നെയിം എഴുതി ഇങ്ങനെ പേരിടാൻ കാര്യവും ഉണ്ടായപ്പം അമ്മ ഷോക്ക് വന്നെന്നും പിന്നെ അങ്കിള് ബുക്ക് തന്നതും അതെല്ലാം എഴുതിയിട്ട് അവനപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൈ മദർ ഇങ്ങനെ പറഞ്ഞു, മൈ മദേഴ്സ് അംബിഷൻ ദാറ്റ് ഞാൻ വേൾഡ് ഫേമസ് ആണ്ട് നെൽസനെ പോലെ ബാറ്റിൽ ഫീൽഡിൽ പോയല്ല, ഗോസ്പൽ സ്പ്രെഡ് ചെയ്തു ഞാൻ വേൾഡ് ഫേമസ് ആകണമെന്ന് എൻ്റെ മമ്മിയുടെ ആഗ്രഹം. സോ നൗ മൈ അംബിഷൻ ഈസ് ടു ബിക്കം എ സയൻറ്റിസ്റ്റ് ആസ് വെൽ ആസ് എൻ ഇവാഞ്ചലിസ്റ്റ്. അപ്പൊ ഇത് ഞാൻ ചുമ്മാതെ ബുക്കൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി എനിക്കിതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഞാൻ ഓർത്ത് എൻ്റെ കർത്താവേ, ഞാൻ പറഞ്ഞിട്ടുള്ളത് അവൻ ഇത്രയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവനത് ബുക്കിൽ എഴുതി വെച്ചല്ലോ. അപ്പം സദൃശവാക്യം 6:20 പറയുന്നില്ലേ, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കരുതെന്ന്. അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുകയും അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുതെന്ന് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ കർത്താവേ, അപ്പൊ ഇവരെന്നും പ്രൊവർബ്സ് രാവിലെ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരത് വായിക്കുകയും ചെയ്യും. അപ്പം അമ്മയുടെ ഉപദേശം അനുസരിക്കണമെങ്കിൽ അമ്മയൊരു മാതൃകയായിരിക്കണമല്ലോ. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനത് അതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ പല പിള്ളേർക്കും കൊടുത്തിട്ടുണ്ട്, അവരുടെ എൻകറേജ് ചെയ്യാനും അങ്ങനെയൊക്കെ. അപ്പൊ അത് കഴിഞ്ഞും 94 സംഭവം. മോള് 10ാം ക്ലാസ്സിലായും മോള് നല്ലതായിട്ട് പഠിക്കാൻ മിടുക്കിയായും 10ാം ക്ലാസ്സിലായപ്പം മോൻ 9ല്. അപ്പോൾ ആ വർഷം അവൾക്ക് റാങ്ക് കിട്ടി, സ്കൂളിലെ ടോപ്പായി, കുവൈറ്റ് ടോപ്പ് ഫ്രഞ്ചിന് ഇതായി. അങ്ങനെ ഫോട്ടോ ഒക്കെ പേപ്പറിൽ വരാനിടയായി തീർന്നു. അങ്ങനെ ദൈവം മാനിച്ചു. ഒറ്റ പ്രയർ പോലും ഒരു പരീക്ഷയാണെങ്കിൽ പോലും മുടക്കത്തില്ലായിരുന്നു. അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ നെൽസന് പിന്നെ ഈ സ്കൂളിലെ ഇന്റർ ഹൗസ് ഇതുണ്ടല്ലോ, സ്പോർട്സ് നടത്തുമല്ലോ. അപ്പൊ മാർച്ച് പാസ്റ്റിന് ഇങ്ങനെ ചേർന്നായിരുന്നു. അപ്പൊ സ്പോർട്സിന് പോകാന്ന് പറഞ്ഞ് പോയിട്ട് ഇനി തിരിച്ചു വന്നു. ഞാൻ ചോദിച്ചു എന്താ പറ്റി മോനെ? അന്നേരം പറഞ്ഞു, സാറ് പറഞ്ഞു മാർച്ച് പാസ്റ്റ് ചെയ്യുമ്പോൾ ഇവൻ അധികം നീളമില്ല, അപ്പം ഇങ്ങനെ മാർച്ച് പാസ്റ്റ് ചെയ്യുമ്പം കൈയില്ലാത്ത കാരണം ഇതിങ്ങനെ വൃത്തികേടാ, അതുകൊണ്ട് നെൽസനെ ചേരണ്ടെന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു വിഷമമായി തീർന്നു. ഇനി 95 ആയപ്പോൾ ഇവൻ 10ലായി സ്കൂൾ ക്യാപ്റ്റനാക്കി. അപ്പോഴ് ആ വർഷം ഇന്റർ ഇന്റർ സ്കൂൾ സ്പോർട്സ് നടക്കുക. ഇന്റർ സ്കൂൾ എന്ന് വെച്ചാൽ കുവൈറ്റിലെ എല്ലാ ഇന്ത്യൻ സ്കൂളും തമ്മിലുള്ള സ്പോർട്സ് അവിടെ ഓപ്പൺ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നു. അപ്പോഴാരാ ഇത് പിടിക്കണ്ടേ? മുന്നിലെ ഫ്ലാഗും പിടിച്ചുകൊണ്ട് മാർച്ച് പാസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ദൈവം അവനെ ഇടയാക്കി. ഒരാൾ തഴഞ്ഞു നിർത്തിയെങ്കിൽ അവരുടെ എല്ലാം മുൻപിൽ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ഇന്ത്യൻ അംബാസിഡറെ, പിന്നെ മറ്റെല്ലാ സ്കൂളിലെയും പ്രിൻസിപ്പലും പേരൻസ്, ഇങ്ങനെ ഒത്തിരി പേരുടെ മധ്യത്തിൽ ദൈവം അവരെ മാനിച്ച്. ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിന്റെ സമയത്ത് മോൻ ഇങ്ങനെ പിടിക്കും, അംബാസിഡറുടെ ഇങ്ങനെ പിടിക്കും, അങ്ങനെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക. ദൈവം മാനിച്ചു. ആമേൻ. ആ വർഷം 95 അവനും 10ാം ക്ലാസ്സിലാണ്. ആ സമയത്ത് ഇങ്ങനെ പറയുന്ന ഈ ഹാൻഡിക്യാപ്ഡ് പിള്ളേർക്ക് ചിലപ്പോൾ അരമണിക്കൂർ ഗ്രേസ് പീരീഡ് കിട്ടുമ്പോൾ ബോർഡ് എക്സാം വന്നാൽ, അപ്പം ഇംഗ്ലീഷ് സാറും പ്രിൻസിപ്പലും വിളിച്ചിട്ട് മോനോട് പറഞ്ഞു, നീ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നാൽ നിനക്ക് അരമണിക്കൂർ ഇങ്ങനെ കൂടുതൽ കിട്ടും, എഴുതാനൊക്കെ ഒത്തിരി ഉണ്ടല്ലോ പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പം മോൻ പറഞ്ഞു, വേണ്ട വേണ്ട, ഇതുവരെയും എനിക്കൊന്നും തന്നില്ലല്ലോ, ഇപ്പം എനിക്ക് വേണ്ട, ദൈവം എന്നെ നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനും വീട്ടിലുണ്ട്, ഇവർ വിളിച്ചിങ്ങനെ നിർബന്ധിക്കും. അപ്പം ഞാൻ പറഞ്ഞു, സാറേ വേണ്ട, അവനെ നിർബന്ധിക്കേണ്ട. അവൻ പറഞ്ഞു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ. അങ്ങനെ അവനത് മേടിച്ചില്ല. പക്ഷെ എക്സാം വന്ന് ഫസ്റ്റ് ഡേയിൽ വേറൊരു സ്കൂളിലാണ് സെൻറ്റർ. അപ്പോൾ അവിടോട്ട് പോകുന്ന സമയമായപ്പം പ്രിൻസിപ്പൽ പറഞ്ഞു, നെൽസൺ, ഞാൻ അവിടുത്തെ പ്രിൻസിപ്പലിന് ഫോൺ ചെയ്തിട്ടുണ്ട്, നെൽസൺ അവിടെ ചെന്ന് ആ പ്രിൻസിപ്പലിനോട് പറയണം, ഞാൻ ഇങ്ങനെ പ്രിൻസിപ്പൽ പറഞ്ഞ് ഞാൻ ആ നെൽസൺ എന്ന് പറഞ്ഞ്, അപ്പം നിനക്ക് അരമണിക്കൂർ തരുമെന്ന്. അപ്പം ഇവൻ പറഞ്ഞു, വേണ്ടായിരുന്നല്ലോ, എന്നാലും പ്രിൻസിപ്പൽ പറഞ്ഞല്ലേ റെസ്പെക്ട് ചെയ്യാന്ന് ഓർത്ത് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, എനിക്കിതേ പറ്റിയൊന്നും അറിയത്തില്ല, ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനെ റെസ്പെക്ട് ചെയ്ത് ഞാൻ വന്നേ ഉള്ളൂ. അങ്ങനെ ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതി 15 മിനിറ്റ് മുമ്പേ ഫിനിഷ് ചെയ്ത് ഇറങ്ങാൻ ദൈവം ഇടയാക്കി. അതുപോലെ എല്ലാ എക്സാമും, ലാസ്റ്റ് എക്സാം സോഷ്യൽ സ്റ്റഡീസ് ആയിരുന്നു. അപ്പോൾ ആ പ്രിൻസിപ്പളിന് ഒരുപാട് എഴുതണമല്ലോ. അപ്പോൾ ഇന്നത്തെ പോലുള്ള പരീക്ഷയിൽ ഒത്തിരി അസൈയും ഒക്കെ ഇങ്ങനെ എഴുതണം. അപ്പോൾ എല്ലാവരും കയറി കഴിഞ്ഞ് ആദ്യമേ കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നെൽസൺ കൊടുത്തു. നെൽസൺ പറഞ്ഞു, വേണ്ട സാർ, എനിക്ക് എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അവനത് മേടിച്ചില്ല. അന്നേരം എഴുതി. എല്ലാ എക്സാമും ദൈവത്തിൻ്റെ കൃപയാൽ 10-15 മിനിറ്റ് നേരത്തെ എഴുതുവാൻ ദൈവം ഇടയാക്കി തീർത്തു. റിസൾട്ട് വന്നപ്പോൾ ഇംഗ്ലീഷിന് കുവൈറ്റ് ഫസ്റ്റ്,
പോരാത്തതിന് ഇന്ത്യൻ ഓൾ ഇന്ത്യ മെറിറ്റ് സർട്ടിഫിക്കറ്റും അതിനുവേണ്ടി കിട്ടി. അതുപോലെ സോഷ്യൽ സ്റ്റഡീസിന് കുവൈറ്റ് ഫസ്റ്റ്. അങ്ങനെ ഒത്തിരി മിക്ക സബ്ജക്റ്റിനും ഫസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂളിലെ റാങ്ക് കിട്ടി, ഫോട്ടോ വന്നു. അടുത്ത വർഷം മോള് 12 അവളും പിന്നെയും റാങ്ക് മേടിച്ചു, ഫോട്ടോ വന്നു. അടുത്ത വർഷം നെൽസൺ 12. അങ്ങനെ ദൈവം അവരെ മാനിച്ചു. എന്താ പറയുന്നത്, ഒറ്റ പ്രെയർ പോലും അവർ മുടക്കിയിട്ടില്ലായിരുന്നു. ദൈവം അവരെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 97, 98 ആ സമയങ്ങളിൽ രണ്ടുപേരും അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞു. ആ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർക്ക് നാട്ടിൽ പോയി. മോള് മൈക്രോബയോളജി പഠിച്ചു, മോന് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ മോന് എഞ്ചിനീയറിങ്ങിന് തൃശ്ശൂർ കോളേജിൽ വിട്ടു. അത് 1 മാസത്തെ ക്രാഷ് കോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ദൈവം അവനെ മാനിച്ചു. ഫ്രീ ആയിട്ട് മെറിറ്റിൽ തന്നെ അവൻ അഡ്മിഷൻ കിട്ടാനിടയായി തീർന്നു. അങ്ങനെ രണ്ടുപേരും നാട്ടിലെ, ഞാനും ഹസ്ബൻഡും മാത്രം. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് കുറെ കൂടെ വളർച്ചയുണ്ടായി. പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ 98 ആയപ്പോൾ ഒരു ദിവസം ഞാൻ ഇപ്രകാരം കാണുകയാണ്. ഞാൻ കിടന്നുറങ്ങുന്നു. എൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ എഴുതി വാക്യം എഴുതി കാണിക്കുകയാണ്. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികൾക്ക് ബലം തരും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റാത്ത നീരുറോ പോലെ ഇരിക്കുന്നൊരു വാക്യം ഇങ്ങനെ എഴുതി കാണിച്ചു. അപ്പൊ എനിക്കൊരു സ്വഭാവമുണ്ട് ഡയറി എഴുതുന്നത്. അപ്പൊ ഞാനിത് രാവിലെ ഡയറിയിലൊക്കെ എഴുതി വെച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ പ്രയറിൽ പോകുമ്പോൾ എനിക്കങ്ങ് നോക്കിയിരിക്കും അവർ വെള്ളിയാഴ്ച വരാൻ ആരാധനയ്ക്ക് പോയി. അപ്പൊ എനിക്ക് മാസത്തിൽ 1 കിട്ടത്തുള്ളൂ ഓഫ്. കാരണം ഞാൻ സീനിയോറിറ്റി അനുസരിച്ച് വാർഡിലെ 4-മത്തതാ. അപ്പം ഞാൻ ആ പോകുന്ന വീട്ടിൽ അവർക്കാണെങ്കിൽ എല്ലാ മിക്ക വെള്ളിയാഴ്ചയും അവർക്ക് ഓഫ്. അവർ ഇൻചാർജും ഒക്കെ. അപ്പം ഞാനങ്ങ് കൊതിക്കും, എൻ്റെ ദൈവമേ എനിക്ക് ഇനി 1 മാസം ഞാൻ നോക്കിയിരുന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വാക്യം എഴുതി കാണിച്ച് 2-3 ആഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും അവിടുത്തെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരു അറബി മേട്രൻ വന്നിട്ട് എന്നോട് പറയാ, പിന്നെ നിനക്ക് റിസൈൻ ചെയ്യാനാണ് പ്ലാൻ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് നിന്നെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ആക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ മേട്രൻ, ഞാൻ BSc അല്ല, ഞാൻ വെറും ഡിപ്ലോമ. അന്നേരം പറഞ്ഞു, സാരമില്ല, ഞാനല്ലേ ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഠിപ്പിക്കാനോ ഒന്നും അറിയത്തില്ല, എനിക്ക് വേണ്ട. അന്നേരം പറഞ്ഞില്ലേ, ഒത്തിരി പേര് ഈ പോസ്റ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, നിന്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് നിനക്ക് ഇത് വേണ്ടേ എന്ന് വെച്ചു. അപ്പോൾ പോയി നീ 3 ദിവസം കഴിഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു, എന്താ ലീല വേണ്ടെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, വേച്ചാൻ അങ്ങനെ പറഞ്ഞാൽ മതിയോ, എനിക്ക് പഠിപ്പിക്കാനോ ഒന്നും അറിയത്തില്ല, ഇനി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. 2 ദിവസം പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് ഇങ്ങനെ പറഞ്ഞു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്നുള്ള വാക്യം എനിക്ക് കിട്ടി. ഞാൻ രാവിലെ ചെന്ന് അവരോട് യെസ് പറഞ്ഞു. അങ്ങനെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ എന്ന പോസ്റ്റിലേക്ക് ദൈവം എന്നെ ഉയർത്തി. എന്ന് വെച്ചാൽ എല്ലാ വെള്ളിയാഴ്ചയും ഓഫ്, മോർണിംഗ് ഡ്യൂട്ടി മാത്രം, നൈറ്റില്ല, ഒന്നുമില്ല. നമുക്ക് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം, എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പോകണം. അതിനുവേണ്ടി ഒരു പോസ്റ്റ് അവിടെ ഉണ്ടാക്കി. പിന്നെ ഹെൽത്ത് മിനിസ്ട്രി ഈ ഒരു പോസ്റ്റ് വേണമെങ്കിൽ BSc ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. പക്ഷെ അതില്ലാത്ത വെറും ഡിപ്ലോമയായ എന്നെ അവർ അവിടെ ഇരുത്തി പഠിപ്പിച്ച് എന്നിട്ട് എനിക്ക് ആ പോസ്റ്റ് തന്നു. ദൈവം എത്ര വിശ്വസ്തരാണെന്ന് നോക്കിക്കേ. അപ്രകാരം അങ്ങനെ ഞാനവിടെ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം 99 ഇങ്ങനെ 99 ആ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ പോസ്റ്റിലായി. കോഴ്സൊക്കെ എനിക്ക് അവിടെ തന്നു. അതിനുശേഷം 2000 ആയപ്പോഴാണ് ഡിസംബർ ഒരു ദേവദാസൻ ഇങ്ങനെ വീട്ടിൽ വന്നു. അപ്പോൾ അതുവരെയും ദേവദാസന്മാരെ ഒന്നും വീട്ടിൽ വിളിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ഹസ്ബൻഡിന് അത്രയും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ ബൈബിൾ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ നാളെ പിന്നെ മോൻ്റെ ബർത്ത്ഡേ, മോൻ നാട്ടിലെ, ഞാൻ പാസ്റ്ററിനെ വിളിക്കട്ടെ, നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം. ഞാൻ വിളിച്ചു തന്നാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വരുമ്പം തർക്കിക്കാനും ഒന്നും പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെച്ച്. അപ്പം പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഹസ്ബൻഡ് ഇങ്ങനെ അറിയത്തില്ല ദൈവദാസന്മാരെ ഒന്നും ഇത് ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഒന്നും തോന്നല്ലേ എന്നൊക്കെ പാസ്റ്ററിനെ പറഞ്ഞു വെച്ചേക്കോ ഞാൻ. അങ്ങനെ പാസ്റ്റർ വന്നു. ഞാൻ ഫുഡെല്ലാം കഴിച്ചു. ഹസ്ബൻഡ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തർക്കുത്തരം ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും ചോദിച്ചില്ല. ഫുഡ് കഴിഞ്ഞ് അവിടെ ഇരുന്ന് പാസ്റ്റർ ഇരുന്ന് പ്രാർത്ഥിച്ചു. ജസ്റ്റ് പ്രാർത്ഥിച്ചു. പാസ്റ്ററിനെ കൊണ്ടുവിടാനായിട്ട് ബേച്ചാൻ ഇങ്ങനെ കൂടെ പോവുക. പക്ഷെ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് ബൈബിൾ ക്ലാസ് ഉണ്ട്, ബേച്ചാനും വരണേ. അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. മനസ്സിൽ പറയുന്ന പിന്നെ ഞാൻ വരാൻ പോവാ നിങ്ങളുടെ ബൈബിൾ ക്ലാസ്സിലെന്ന് മനസ്സിൽ പറഞ്ഞു. പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം.
എനിക്കറിയത്തില്ല, ഹസ്ബൻഡിന് ഭയങ്കര സന്തോഷമോ എന്താണ്ടൊക്കെയോ. അതുവരെ ഇരുന്ന വീഡിയോ ടേപ്പ് എടുത്ത് കളയുന്നു, സിനിമാ പാട്ടിന്റെ കാസറ്റ് എടുത്ത് കളയുന്നു, എല്ലാം ചെയ്തിട്ട് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. ഭയങ്കര സന്തോഷം. ദൈവം ഇടപെട്ടു. പുള്ളി പറയാ, ഇവിടൊക്കെ ഭയങ്കര പ്രകാശം കാണുന്നു, എൻ്റെ ഉള്ളിലും വലിയ പ്രകാശം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദൈവം ഇടപെട്ടതാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പാസ്റ്റർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തുടങ്ങി ബൈബിൾ വായിക്കാനും, തനിയെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുള്ളിക്കാരനോട് ഇടപെടാൻ തുടങ്ങി. അങ്ങനെ 2001 ആയപ്പോ ഒരു ശബ്ദം കേൾക്കുക, ലീലേ നീ എൻ്റെ കൽപ്പന അനുസരിക്കും. സമയം ഒത്തിരിയായോ? ലീലേ നീ എൻ്റെ കൽപ്പന അനുസരിക്കുന്നു. അപ്പൊ ഞാൻ അവർക്ക്, ഇതാരാ ഇത്? എൻ്റെ ഹസ്ബൻഡ് നേരെ. അപ്പൊ അതുവരെ ഞാൻ സ്നാനത്തെ കുറിച്ച് അറിയത്തില്ല. ഈ നമ്മൾ പോകുന്ന ഫെലോഷിപ്പിലൊന്നും ഇത് പ്രസംഗിച്ചും കേട്ടില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആരുമില്ലല്ലോ, പിന്നെ ആരാ ഈ പറയുന്നത് ഇങ്ങനെ. അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഞാൻ പ്രേയറിന് ചെന്നപ്പോൾ അവിടെ ഒരു ദൈവദാസൻ പ്രസംഗിക്കുക, എന്നെ ഇനി ഇവിടെ വിളിച്ചാലും ശരി വിളിച്ചില്ലെങ്കിലും ശരി, സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാ, അതനുസരിച്ചേ പറ്റൂ, അത് ബന്ധുക്കോസുകാർക്കുള്ളതല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടു. അപ്പൊ ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവേ, ദൈവശബ്ദമാണല്ലോ ഞാൻ കേട്ട, എന്നോട് സ്നാനപ്പെടാൻ പറയുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അതിനുശേഷം 2-3 ആഴ്ച കഴിഞ്ഞപ്പം വീട്ടിലൊരു ചെറിയ ലേഡീസ് പ്രയർ വെച്ചു. അപ്പൊ ആന്റി എന്നോട് പറഞ്ഞു, ലീലയ്ക്ക് നീ സ്നാനപ്പെടരുതോ? അപ്പൊ ഇതെല്ലാം കൂടെ നോക്കണേ വരുന്നത്. അങ്ങനെ ഞാനത് എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞു, ആന്റി ഞാനിങ്ങനെ ഒരു ശബ്ദം കേട്ടു എന്ന് പറഞ്ഞപ്പോൾ, എന്നാ ഇനി സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇങ്ങനെ ബൈബിളൊക്കെ വായിച്ച് വലിയ തന്നെ ഇരുന്ന് കരയും, അയ്യോ ദൈവം ഇത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നോ, ഞാനിതൊന്നും ഇത്രയും നാളും ഈ ബൈബിൾ തുറന്ന് വായിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദൈവാത്മാവ് ഒത്തിരി ശക്തമായിട്ട് ഹസ്ബൻഡിനോട് ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ 2021 ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ 2001 ഞങ്ങൾ സ്നാനപ്പെട്ടു. അതിനുശേഷം ഇനി ഏതൊരു സഭയിൽ പോകണം എന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതുവരെ ആ ഫെലോഷിപ്പിൽ തന്നെ പോകും, പക്ഷെ കർത്തൃമേശയൊന്നും എടുത്തിട്ടില്ല. എവിടെ പോകണമെന്നുള്ള ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെയും ഞാൻ പറഞ്ഞില്ലേ, ഞാനെപ്പോഴും ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവമായിട്ടാണ് നല്ല ബന്ധം. അപ്പം ബൈബിളിൽ കാണുന്ന ഓരോ വാക്യങ്ങളും എന്നെ അങ്ങ് നന്നായിട്ട് ടച്ച് ചെയ്യും. അപ്പം ദൈവം ആ ക്രൂശ് എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ, എൻ്റെ കർത്താവ് ആ ക്രൂശിൽ കിടന്ന് ചോര ഒഴുക്കിയത് എനിക്ക് വേണ്ടിയാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം, ഈ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള ഒരു ഭയങ്കര ആവേശവും ഭയങ്കര ദൈവത്തോടുള്ള ആ സ്നേഹം. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ ബൈബിളൊക്കെ വായിച്ചിട്ട് അവിടെയുള്ള വാഗ്ദത്തങ്ങളെല്ലാം എൻ്റെ പേരെഴുതി വെക്കും, ലീല അല്ലെ നെൽസൺ ലീവ, ഇങ്ങനെ മക്കളെയും പേരെഴുതി വെക്കും. അപ്പോൾ ഒരിക്കൽ ഓർത്ത 28-ാം അധ്യായം വായിച്ചപ്പോൾ ദാവീദ് പറയുന്നില്ലേ, ശലോമോനോട് പറയുന്നുണ്ടല്ലോ, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിയാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ ഞാൻ ലീല എന്ന് പേരെഴുതി വെക്കും. പിന്നെ അർന്നോന്റെ കളത്തില് ചെന്നപ്പം അർന്നോൻ പറഞ്ഞില്ലേ, യജമാനൻ ഇതെടുത്തു. അന്നേരം പറഞ്ഞു, എനിക്ക് ചെലവ് ചെയ്തിട്ട് വേണം എൻ്റെ ദൈവത്തിന് യാഗം കഴിക്കാൻ, അവിടെയും ഞാൻ എൻ്റെ പേരെഴുതി. അപ്പൊ എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഈ ഒരു ആവേശം. പിന്നെ യോശുവ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്നിടത്ത് ഞങ്ങളുടെ പേരെഴുതി വെക്കും. അങ്ങനെ എവിടെല്ലാം പ്രോമിസസ് ഉണ്ടോ അതെല്ലാം എൻ്റെതായിട്ട് ഏറ്റെടുത്ത് ഞാനങ്ങ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇതെല്ലാം അങ്ങ് പറയുകയും, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തുവാ ദൈവമായിട്ട് അങ്ങ് സംസാരിക്കുക. ഞാൻ ചുമ്മാ കടന്നങ്ങ്, കർത്താവേ ഞാൻ എന്തോ ചെയ്യണോ പച്ചാ, ഞാൻ നിനക്ക് വേണ്ടി എന്തോ ചെയ്യണേ, എനിക്കൊന്ന് പറഞ്ഞതാ, ഈ ഒരു ആവേശമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ 2002 ഒരു ദിവസം ഞാനൊരു, അപ്പൊ എപ്പോഴും ബൈബിൾ വായനയും പ്രാർത്ഥനയും ഞങ്ങൾ രണ്ടുപേരും 2 മുറിയിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും സ്വൈരമായിട്ടിരുന്ന് വായിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങനെയൊക്കെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ദർശനം കാണും. ഞാനിങ്ങനെ കട്ടിലേ കിടക്കുമ്പോൾ ഒരു ആളെൻ്റെ അടുക്കൽ, ഒരു വെള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഒരാളെൻ്റെ അടുക്കൽ ഇരിക്കുന്നു. അപ്പൊ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേൾക്കുക. അപ്പൊ പറയുന്ന ഇതാണ് കാണിച്ചിരിക്കുന്നത്, യെഹെസ്കേൽ പ്രവചനത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം. അപ്പം 2-ാം അധ്യായം എന്നോട് പറയുന്നത്, എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുക. അപ്പൊ കർത്താവ് എന്നോട് പറയുന്നത്, ഞാൻ നിന്നെ മനുഷ്യപുത്ര ഇസ്രായേൽ ഗ്രഹത്തിന്റെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കുക. അവർ പറഞ്ഞാലും അവർ കേൾക്കത്തില്ല, പക്ഷെ നീ അവരോട് പറയണം, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ നീ അവരെ പ്രബോധിപ്പിക്കണം. അവർ മത്സരഗ്രഹമാണ്, നീ അവരെ പോലെ മത്സരിക്കരുത്, കേട്ടാലും കേട്ടില്ലേലും ഞാൻ പറയുന്നത് നീ ചെയ്യണം.
നമ്മുടെ ഇടയിൽ ഒരു പ്രവാചകരുണ്ടെന്ന് അവരറിയണം എന്നൊക്കെ ഉള്ളതായി ഇങ്ങനെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചുരുൾ ഇങ്ങനെ നീട്ടി കാണിക്കണം. അപ്പോൾ അതെന്തോ ഈ ബൈബിളാണ്, യെഹെസ്കേൽ 2:3 തന്നെ കാണിക്കുക. അതിനുശേഷം മൂന്നാം അധ്യായത്തിൽ പറയുന്നല്ലോ, എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് അവരെ പ്രബോധിപ്പിക്കണം. എന്നിട്ട് പറയുന്നു, ഞാൻ ദുഷ്ടനോട് നീ മരിക്കും എന്ന് പറയുമ്പോൾ നീ അവൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ട് മടങ്ങി വരാൻ ഓർപ്പിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. അവൻ്റെ രക്തം ഞാൻ നിന്നോട് ചോദിക്കും. അഥവാ നീ അവനെ ഓർപ്പിച്ചിട്ട് അവൻ്റെ ദുർമാർഗം വിട്ട് തിരിഞ്ഞു വന്നാൽ നീ അവൻ്റെ പ്രാണനെയും രക്ഷിച്ചു, നിന്നെയും രക്ഷിച്ചു എന്നുള്ള ഇതെല്ലാം ഇങ്ങനെ കാണിച്ചിട്ട് എന്നോട് പറയും. ഈ പുസ്തകവും നീട്ടി ഇങ്ങനെ തന്നിട്ട് എന്നോട് പറയുവാണ്, പ്രവചനത്തിനുള്ള നിയോഗം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നിന്റെ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുക ആളെ പ്രത്യക്ഷമായി. ഈ ദർശനം കണ്ടിട്ട് ഞാൻ വല്ലാതെ ഭാരപ്പെട്ടു. എൻ്റെ കർത്താവേ, എന്തോ ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ പറയണം, കർത്താവ് പറയുന്നതാണ്. ഇത് ഞാൻ എന്നിട്ട് ഡയറിയിൽ ഇത് എഴുതി വെച്ച് ഹസ്ബൻഡിനോട് രാവിലെ പറഞ്ഞു. അതിന് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരാളെ കാണിച്ചിട്ട്, ഒരു ഫെലോഷിപ്പിൽ പോകുന്ന ആളിനെ കുറിച്ചുള്ള എല്ലാം എന്നെ കാണിച്ചു തരുക. നീ അവരോട് പറയണം, ഈ കുറ്റം ചെയ്തത് അവനാണ്. ഞാൻ ഓർത്ത്, എൻ്റെ കർത്താവെ, ഞാൻ ഇതെങ്ങനെ പറയൂ ആ മനുഷ്യനോട്? അപ്പൊ എനിക്കാകെ അസ്വസ്ഥതയായിരുന്നു. ഹസ്ബൻഡിനോട് പറഞ്ഞ്, വേച്ച എന്നോട് ദൈവം ഇങ്ങനെ പറയുന്നു, നീ പറയണമെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു, പുള്ളിയുടെ വായിരിക്കുന്ന കേക്ക്. ഞാൻ പറയട്ടെ, സാരമില്ല, ഞാൻ ഏതായാലും 2-3 ദിവസം ഉപവസിച്ച് ധൈര്യം എടുത്ത് ഞാൻ പോയി പറയാൻ പോകാന്ന്. അങ്ങനെ ഞാൻ ആ പുള്ളിയോട് ദൈവം പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ ആൻറ്റി, എൻ്റെ ഇവിടെ ഒരു വലിയ കല്ലിരിക്കുന്ന പോലെയായിരുന്നു, അത് മാറിപ്പോയി, ഞാനാ പറഞ്ഞതും ചെയ്തതും എന്നൊക്കെ ആ പുള്ളിയുടെ ആ സംഭവം ഇങ്ങനെ പറയാനിടയിൽ തീർന്നു. അപ്രകാരം ദൈവം ഇങ്ങനെ ഓരോ ആലോചനകൾ തരാനും അങ്ങനെയൊക്കെ തുടങ്ങി. അതിനുശേഷം ആ വർഷം തന്നെ അവസാനം ആയപ്പോഴത്തേനും അതിനിടയിൽ മോള് പഠിത്തം കഴിഞ്ഞ് വന്നു. 2002 MSc കഴിഞ്ഞ് അവളും സ്നാനപ്പെട്ടു, ജോലിയൊക്കെ ലഭിച്ചു. മോൻ വന്ന് സ്നാനപ്പെട്ടു. അവനും തിരിച്ചുപോയി. അവന് കുവൈറ്റിൽ നിൽക്കേണ്ട, കുവൈറ്റ് ഇഷ്ടമില്ല. അവന് എഞ്ചിനീയറിങ് കഴിഞ്ഞു. ആ സമയത്ത് അവൻ തിരിച്ച് നാട്ടിൽ പോയി. അപ്പം അങ്ങനെ പോയിക്കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത ഒരു ദർശനം ഞാൻ കാണുക. അപ്പം ഭയങ്കരമായ പ്രതികൂലമാണ് ആഞ്ഞടിച്ച ജീവിതത്തിൽ. ഭയങ്കര കൊടുങ്കാറ്റ്, ഭയങ്കര പ്രതികൂലം. എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ ഞങ്ങൾ വളരെ ഭാരപ്പെട്ട് കണ്ണുനീരിൽ ഞാനിങ്ങനെ കഴിയുക. മോൻ നാട്ടിൽ ചെന്ന് അവന് മഞ്ഞപ്പിത്തമായി, കോളറായി, എനിക്ക് പോകാൻ ലീവ് കിട്ടുന്നില്ല. അങ്ങനെ വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞും പ്രാർത്ഥിച്ചും രാത്രി ബെഡ്റൂം ലാമ്പിൻ്റെ വെട്ടത്തിൽ ഇരുന്നുകൊണ്ട് താഴെ പായിട്ട് കരയുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം 2 മണിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ദർശനം കാണുക. എൻ്റെ കട്ടിലേൽ ഒരാൾ ഇതുപോലെ ഇരിക്കുന്നു, വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, മുഖം മാത്രം കാണത്തില്ല, വെളി കണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ആ ആളിൻ്റെ മടിയിലോട്ട് എൻ്റെ തല ഇങ്ങനെ വെച്ചു. അപ്പോൾ എന്നെ തലോടിക്കൊണ്ട് പറയുന്നു, മകളെ, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിന്റെ കണ്ണുനീര് എൻ്റെ തുരുത്തിയിൽ ഞാൻ ആക്കി വെച്ചിരുന്നു, നിന്റെ പ്രവൃത്തികളെല്ലാം എൻ്റെ സ്മരണ പുസ്തകത്തിലുണ്ട്, നിന്റെ മക്കളുടെ ഭാവി എല്ലാം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ ഭവനം ഇതൊരു പ്രാർത്ഥനാലയമാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് 69 എന്നെ കാണിച്ച് അതേ കോവേണി ഇങ്ങനെ കാണിക്കുകയാണ്, ദേവദൂതന്മാർക്കായി പോകുന്നത് ഇറങ്ങുന്നതും. എന്നിട്ട് പറഞ്ഞു, ഇത് ബഥേലാണ്, നിന്റെ ഭവനം ബഥേലാണ് എന്ന് പറയാനിടയായി തീർന്നു. എന്ന് പറയുകയും ആളെ പ്രത്യക്ഷമായി. ഞാൻ ഇതും എഴുതി വെച്ച് രാവിലെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആത്മീയമായിട്ട് പിന്നെയും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 2004 ആയപ്പം, അപ്പം നോക്കണേ, ആ ദൈവം നമ്മുടെ ആ കണ്ണുനീര്, ആ ഏകാന്തത ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ആ സമയത്ത് ദൈവം നേരിട്ട് മുറിയിൽ ഇറങ്ങി വന്ന് ആ തലോടല് എനിക്കിപ്പോഴും അത് എൻ്റെ ശരീരത്തിൽ തൊട്ടതുപോലുള്ള അനുഭവം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയില്ല, ദൈവവുമായിട്ട് അങ്ങ് അടുത്ത ബന്ധം എപ്പോഴും ഞാൻ ഇങ്ങനെ, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കർത്താവ് എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം. എൻ്റെ കർത്താവ് എവിടെ പോകാൻ പറഞ്ഞാലും ഞാൻ പോകാം. എൻ്റെ കർത്താവ് പറയുന്നത് ഞാൻ പറയാം. അപ്പാ, എനിക്ക് നിന്റെ കൃപ മാത്രം മതി, നീ എന്നെ നടത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 2004 ഒരു ദൈവദാസൻ ഭവനത്തിൽ വന്നു.
ഭവനത്തിൽ വന്നൊരു പ്രവാചകനാണ്. അപ്പം ഞാൻ അതിന് മുമ്പേ ഒരു ചെറിയ എന്താ പറയുന്നത് ഓഡിയോ റെക്കോർഡർ മേടിച്ചിട്ടുണ്ട്. ഈ പ്രയറിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ ആ മെസ്സേജൊക്കെ റെക്കോർഡ് ചെയ്ത് കൊണ്ടിട്ട് പിന്നീട് വന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോൾ എന്നോട് ഒരു ദേവദാസൻ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ വന്നാൽ അതൊക്കെ ഇങ്ങനെ വെച്ചാൽ അവരെന്തെങ്കിലും ദൂത് പറഞ്ഞാൽ നിനക്ക് റെക്കോർഡ് ചെയ്യും. ആ സമയത്തൊന്നും ഇങ്ങനെ ഒത്തിരി പ്രവാചകന്മാരും ഒന്നുമില്ല. ആദ്യമായിട്ട് ഞാൻ ദൂത് കേൾക്കുക. അപ്പം പുള്ളിക്ക് ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഭവനം ഒരു പ്രാർത്ഥനാ ഭവനമാണ്. പിന്നെ നിങ്ങൾ 4 പേരും ദൈവത്തിന്റെ ശുശ്രൂഷയിലായിത്തീരും. നിങ്ങളൊരു സഭ അന്വേഷിച്ചൊന്നും പോകണ്ട. ഇവിടെ തന്നെ ആരാധന ആരംഭിക്കണം. പിന്നെ മകൻ ഇവിടെ വരും. പക്ഷെ മകനോട് അയക്കത്തില്ല. മകനെ ദൈവം അമേരിക്കയിൽ അയക്കും. മോളുടെ വിവാഹം ഈ വർഷം തന്നെ നടക്കും. കുവൈറ്റിലുള്ള ഒരാളാണ്. കർത്താവിന്റെ വേലയും ചെയ്ത് ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെ നിങ്ങൾ 5 ഫോൾഡ് മിനിസ്ട്രി ഇവിടെ ആരംഭിക്കും. അമ്മാമ്മയിൽ കൂടെ ആയിരിക്കും ശുശ്രൂഷ ആരംഭിക്കുന്നത്. അമ്മാമ്മയെ തേടി അനേകർ വരും. അമ്മാമ്മ ദബോറയാണ്. അനേകരോട് ആലോചനകൾ പറയും. വലിയ വലിയ ആൾക്കാർ വരും, ക്യൂ നിൽക്കും. ഇങ്ങനെയൊക്കെ ഒത്തിരി ദൂതുകൾ പറഞ്ഞു. ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് പിന്നീട് ഞാൻ അതെല്ലാം കേട്ടിട്ട് എൻ്റെ ഡയറിയിൽ ഞാനത് എഴുതി വെച്ചു. ഇങ്ങനെ അതിനുശേഷം ഈ ഈ വചനമൊക്കെ ഒത്തിരി എന്നെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്നെ സ്വാധീനിച്ച ചില വാക്യങ്ങളാണ്, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. പിന്നെ രണ്ടാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ എനിക്ക് ഈ വിശ്വാസത്തിൽ ജീവിക്കണം. അപ്പൊ കണ്ടുകൊണ്ട് വിശ്വസിക്കാനല്ല, കാണാതെ വിശ്വാസ ജീവിതം. അപ്പൊ ആ ഒരു വിശ്വാസ ജീവിതം ഞാനിങ്ങനെ പ്രഖ്യാപിക്കും വിശ്വാസത്താൽ ഓരോന്നും. അപ്പൊ എനിക്കും അങ്ങനെ ആകണം, അങ്ങനെ ജീവിക്കണം എന്നെല്ലാം ഉള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ. അത് കഴിഞ്ഞ് 2004 ഡിസംബറിൽ ദൈവം ഞാനിങ്ങനെ ഞങ്ങൾ മോളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ദർശനത്തിൽ ഒരു മനുഷ്യനെ കാണിച്ചു തന്നു. അവരുടെ വീടിനെ കുറിച്ച് സകല ചരിത്രവും കാണിച്ചു തന്നു. അതുപോലെ മോള് 40 ദിവസം ഉപവാസത്തിലായിരുന്നു. മോൾക്കും ദൈവം ദർശനത്തിൽ കാണിച്ചു. അങ്ങനെ രണ്ടുപേരുടെയും കൂടെ നോർത്തു വന്നപ്പം ഒരാള് പ്രകാരം ദൈവഹിത പ്രകാരം അവരുടെ വിവാഹം 2004 ഡിസംബറിൽ നടക്കുവാനിടയായി തീർന്നു. അതിനുശേഷം 2005 പിറ്റേ മാസം പുള്ളിക്കാരന് പാസ്റ്റൽ ഓർഡിനേഷൻ എടുക്കാനായിട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ 2005 ആദ്യം ഞാനൊരു ദർശനം കാണുക, സ്വപ്നം ഇങ്ങനെ കാണുക. എൻ്റെ മരുമോൻ ഞങ്ങളുടെ വീടിൻ്റെ ഹോളിൽ നിന്നുകൊണ്ട് ബൈബിള് തുറന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്ന, അത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം, നീ ഭയപ്പെടേണ്ട, ധൈര്യത്തോടെ പ്രസംഗിക്കുക. ആ വാക്യം ഉണ്ടല്ലോ, ഈ പട്ടണത്തിൽ അനേകം ആൾക്കാർ എനിക്കുണ്ടെന്നാണ്. അപ്പൊ അതിങ്ങനെ ഓർത്ത് വെച്ച് പ്രസംഗിക്കുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു. അതിനുശേഷം പിന്നെ ഞങ്ങൾ പോകുന്ന ഫെലോഷിപ്പിലൊക്കെ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഒക്കെ വന്ന് അവരെയൊക്കെ ഞാൻ വീട്ടിൽ വിളിക്കും, അവരെ സൽക്കരിക്കാനും. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന്റെ ആ ഭാവഭേദം എല്ലാം മാറിയല്ലോ. പുള്ളി നല്ല വിശ്വാസത്തിലായി, ദേവദാസന്മാരെ മാനിക്കാൻ തുടങ്ങി. അങ്ങനെയാ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ആര് വന്നാലും വീട്ടിൽ വിളിക്കും, താമസിക്കാൻ ഇടം കൊടുക്കും, അവരെ ശുശ്രൂഷിക്കും, അവരുടെ അടുക്കലിരുന്ന് വചനം കേൾക്കാനും പഠിക്കാനും അങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പൊ ആ സമയങ്ങളിൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഒക്കെ ആയപ്പോഴത്തേക്ക് പല ദൈവദാസന്മാർ വീട്ടിൽ വന്നു. എല്ലാവരും ദൂത് പറയുന്ന ഒറ്റ സംഗതി മാത്രം, ഇത് നിങ്ങളെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിച്ചിരിക്കുക, നിങ്ങളെ ദൈവം ശുശ്രൂഷയ്ക്ക് കണ്ടിരിക്കുന്നതാണ്. നിങ്ങളിലൂടെ വലിയ പ്രവൃത്തി നടക്കും, ഇവിടെ അനേകർ വരും. പിന്നെ ആദ്യം ശുശ്രൂഷകളെല്ലാം ആൻറ്റിക്കാണ് തരുന്നത്. ആൻറ്റിയുടെ അടുക്ക് ഒത്തിരി പേര് വരും, ആൻറ്റിക്ക് പലരെയും നേടാൻ പറ്റും. പിന്നെ സഭ ഇത് ഞാൻ ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരും. ഇങ്ങനെയെല്ലാം ഈ 4-5-6 ദൈവദാസന്മാർ വന്നവരുടെ എല്ലാവരുടെയും ദൂതിന്റെ രത്ന ചുരുക്കം ഇത് തന്നെ. ഇതെല്ലാം ഡയറിയിൽ എഴുതിയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഒരു ദർശനം കാണുക. ഒരിക്കൽ രാത്രിയിൽ ഞാൻ വലിയൊരു കറ്റ എടുത്ത് തലയെ വെച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ ഞാൻ ഇങ്ങനെ പോവുക, ദൂരെ പോവുക. അവിടെ ഒരാളിരിക്കുന്ന ആ ആളുടെ അടുത്തോട്ട് ഞാൻ ഇങ്ങനെ പോവുക. അപ്പൊ ഞാൻ ഈ പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ദർശനം കണ്ടില്ല. അപ്പൊ പറഞ്ഞു, അമ്മാമ്മ നേടുന്ന ആത്മാക്കളാണെന്ന് അവരെനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അപ്പം ഈ ദൈവം പറഞ്ഞതനുസരിക്കാത്തതുകൊണ്ട് ഞാൻ അങ്ങ് അസ്വസ്ഥയാവുക. ഞാൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പ്രാർത്ഥന ആരംഭിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു, എന്തിനാ ഈ അബ്ബാസിയിലാണോ പ്രാർത്ഥന കൂട്ടം ഇല്ലാത്തത്? ധാരാളം ഉണ്ട്. പിന്നെ നമ്മളെന്തിനാ ആൾക്കാർ പറയും പ്രസംഗിക്കുന്ന ഒരു മരുവനെ കിട്ടിയപ്പോൾ അവരും തുടങ്ങി ഒരു കൂട്ടമെന്ന്. ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ നോക്കുന്ന എന്തിനാ, നമ്മളോട് ദൈവം പറഞ്ഞ് നമുക്ക് അനുസരിക്കാം. എനിക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല ഇത് ചെയ്യാത്ത കാരണം ദൈവം പറഞ്ഞത്. അവസാനം ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ 2 ആഴ്ച ലീവ് എടുക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ, ദൈവം എന്നോട് ഇടപെടട്ടെ. അങ്ങനെ പുള്ളിക്കാരൻ 2 ആഴ്ച ലീവ് എടുത്ത് ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവം ഇടപെട്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ
പ്രാർത്ഥന ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്ത് വന്ന ഒരു ദേവദാസൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്നാ വല്ലതും ആരംഭിക്കാൻ തീരുമാനിച്ചു? അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന ആരംഭിക്കണമെന്ന് ദൈവാലോചന കിട്ടി. പിന്നെ എൻ്റെ വൈഫിന് ദർശനവും ദൈവം കൊടുത്തു എന്നൊക്കെ ഹസ്ബൻഡ് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അതിനായിട്ടാണെങ്കിൽ ഓഗസ്റ്റ് 20 എന്നുള്ള ഒരു ഡേറ്റ് ദൈവം കാണിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് ആരംഭിച്ചോന്ന് പറഞ്ഞു. അത് കേട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അത് ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചു. മരുമനുമായിട്ടൊക്കെ ആലോചിച്ചു. അങ്ങനെ അതിനുവേണ്ടി തയ്യാറെടുത്ത് വീടുമൊക്കെ വൃത്തിയാക്കി എല്ലാം ചെയ്തു. അങ്ങനെ ദൈവം പറഞ്ഞ അതേ തീയതിയിൽ ഓഗസ്റ്റ് 5-നും ഓഗസ്റ്റ് 5-നും പ്രാർത്ഥന ആരംഭിച്ചു. അന്ന് വിസിറ്റിങ്ങിന് വന്ന ഈ പല ദൈവദാസന്മാരെ എൻ്റെ മരുമകൻ പാസ്റ്റർ തോമസ് മാത്യൂസ്, അല്ലെങ്കിൽ സുജിത്ത് എന്നാ വീട്ടിൽ വിളിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ്, ഇവർ പിന്നെ ഞങ്ങൾ വിളിച്ചിട്ടുള്ള കുറേ പേര് എല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു സഭ ആരംഭിക്കുവാൻ എൻ്റെ ദൈവം സഹായിച്ചു. എത്ര വിശ്വസ്തനാ ദൈവം എന്ന് ആലോചിച്ച്, ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അതിനെ സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അതിന് അനുസരണഭാവം കാണിച്ചപ്പോൾ ഒരു പുതിയ സഭ അവിടെ ഉടലെടുക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. എന്നിട്ട് ആ ദേവദാസനൊക്കെ പറയുമായിരുന്നു, പിന്നെ നമ്മൾ ചിലപ്പോൾ പറയും രാജുവിൻ്റെ വീട്ടിലെ പ്രയർ, പിന്നെ യോണിച്ചാൻ്റെ പ്രയർ, ഇങ്ങനെയൊക്കെ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഒരു പേര് ആദ്യമേ തന്നെ പ്രഖ്യാപിച്ച് അങ്ങനെ വേണം തുടങ്ങാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ വീട് ഒരു ബഥേലാന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ബഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് എന്നുള്ള ഒരു ചർച്ച് ആരംഭിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു സ്ത്രീയിൽ കൂടെ ദൈവം ഇടപെട്ടു. അതിനുവേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. അത് എൻ്റെ ഹസ്ബൻഡിനോട് പറയാനും, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അതിനുവേണ്ടി അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് പറഞ്ഞ ഹസ്ബൻഡ് കേൾക്കത്തില്ല എന്നും പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. എന്നാൽ ഹസ്ബൻഡിനെയും ദൈവം ഒരുക്കി. അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അങ്ങനെ ഭവനത്തിൽ അത് ആരംഭിച്ചു. പിറ്റേ ആഴ്ച തുടങ്ങി. ഒറ്റ ഒരാളാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് 3 4 ദൈവം അതിനെ വർദ്ധിപ്പിച്ചു. ദൈവകൃപയാൽ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം 100-ലധികം മെമ്പേഴ്സുള്ള ഒരു സഭ കുവൈറ്റിൽ രൂപം കൊള്ളുവാൻ കർത്താവ് സഹായിച്ചു എന്ന് പറയാം. ഒരുപാട് പഠിപ്പുള്ളവരും ധനവാന്മാരും ഒക്കെ അവിടെ ഉണ്ട്. പക്ഷേ ഈ അയോഗ്യരായ ഞങ്ങളെ, പാപത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് എൻ്റെ കർത്താവ് ഒരു സഭ തുടങ്ങുവാനുള്ള പ്രവൃത്തി ഞങ്ങളിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം സഹായിച്ചു. പിന്നെ അതിനുശേഷം വീട്ടിൽ നിന്ന് മാറാൻ ഒരു ഹോളിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം 2 ദിവസത്തേക്ക് മാത്രം ഒരു ഹോൾ കിട്ടി. അതിൽ ഞങ്ങൾ തൃപ്തരായില്ല. അതിനുശേഷം വീണ്ടും പെർമനൻ്റ് ആയിട്ടൊരു ഹോളിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം തന്നു. അവിടെ ഞങ്ങൾ എല്ലാ സെറ്റപ്പുകളും ചെയ്തു. അത് 2007 അതിനവിടെ ലേഡീസ് പ്രയർ ആരംഭിച്ചു. പാസ്റ്ററിന് അറിയാമായിരിക്കും, രജനിയൊക്കെ വന്ന് നമ്മുടെ ആദ്യത്തെ വിശ്വാസിയായ രജനി, ജിൻസി, അവരൊക്കെ അങ്ങനെ വിശ്വാസത്തിൽ അതെല്ലാം ആരംഭിച്ചു. എൻ്റെ മകളും ചേർന്ന് ചിൽഡ്രൻസ് മിനിസ്ട്രി ആരംഭിച്ചു. 3 പിള്ളേരുമായിട്ട് ആരംഭിച്ചു. ഇന്ന് 40-ലധികം പിള്ളേർ ഞങ്ങളുടെ സഭയിൽ അവിടെയുണ്ട്. കുറേ പിള്ളേരൊക്കെ 12 കഴിഞ്ഞ് നാട്ടിലൊക്കെ പഠിക്കാൻ പോയി. 2009 ആയപ്പം എൻ്റെ മരുമകന് ജോലി അങ്ങ് റിസൈൻ ചെയ്ത് ഫുൾ ടൈം മിനിസ്ട്രിയിലങ്ങായി. ആ സമയത്ത് നോർത്ത് ഇന്ത്യയിൽ വിസിറ്റിന് പോയി. കാരണം പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യ വെച്ചായിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യക്ക് പോകുന്നു. അവിടെ ഞങ്ങൾ 3-4 പാസ്റ്റേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അവിടെ ദൈവകൃപയാൽ ഇപ്പോൾ 8 പാസ്റ്റേഴ്സും 12 ചർച്ചസും മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് ഈ സ്ഥലങ്ങളിലെല്ലാം ആരംഭിക്കുവാനിടയായി തീർന്നു. അപ്പോൾ ഒരാൾ മനസ്സ് വെച്ചപ്പോൾ നോക്കണേ, അത് കുടുംബത്തിൽ വ്യാപരിച്ചു, അത് വെളിയിലോട്ട് വ്യാപരിച്ചു, രാജ്യങ്ങളിലേക്ക് വ്യാപരിച്ചു. അതിനുശേഷം ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്റെ ദേശത്തെയും നിന്റെ ചർച്ചക്കാരെയും മറന്നു പോകരുത്, നിന്റെ ദേശത്ത് ഞാൻ സഭ തരുമെന്നും. അപ്രകാരം 2012 ഞാൻ നാട്ടിൽ ചെന്നു. എൻ്റെ മാതാവിൻ്റെ മരണത്തോടനുബന്ധിച്ച് അങ്ങനെ ചെന്നപ്പം എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആങ്ങളെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷേ CSI വിട്ടിട്ടില്ല. അപ്പം അന്നത്തെ ദിവസം ഞാൻ ലീവിന് ചെന്ന് അവിടെ വെച്ച് വചന ശുശ്രൂഷ ചെയ്യാൻ അവിടെ വിളിച്ചിരുന്ന ദൈവദാസൻ പറഞ്ഞു, വേണ്ട അമ്മാമ്മ ചെയ്യട്ടെ. അങ്ങനെ വചന ശുശ്രൂഷ അവിടെ ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം ഈ എൻ്റെ ബ്രദറിൻ്റെ കൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട 6 ഫാമിലിക്കാരുണ്ട്. അവരെല്ലാം വീട്ടിൽ വന്നു. അവരുമായിട്ട് ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. അവർ വേർപെടാൻ തീരുമാനിച്ചു. പക്ഷെ അടുത്തുള്ളവർ ചർച്ചിൽ പോകാൻ അവർക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ അവിടുത്തെ പാസ്റ്റർ അങ്ങനെ അല്ലേ, മോൻ ഇങ്ങനെ ഉണ്ടല്ലോ, കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ അവർ ചെങ്ങന്നൂർ ഒരു സഭയിൽ പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ആങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ പെങ്ങളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് അവിടെ സഭ തരുമെന്ന്. അത് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോകാൻ ഇടയായി തീർന്നു. അത് അപ്പോഴത്തേക്ക് 2011 ഇത് സംഭവിക്കുന്നത്.
2012 ഞാൻ ലീവിന് അമ്മ മരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവരൊക്കെ പറഞ്ഞു, അമ്മാമ്മയെ ഒരു വാടക വീടെങ്കിലും എടുത്ത് ഇവിടെ അങ്ങ് തുടങ്ങരുതോ, പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ദൂരം പോകാൻ വലിയ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പൊ അതെന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു, അല്ല കുവൈറ്റിൽ വന്നു. ഞാൻ അപ്പൊ ദൈവം എന്നെ ഒരു വാക്യം കാണിച്ചു. മത്തായി 9-ാം അധ്യായം 36-ാം വാക്യം. പുരുഷാരത്തെ കണ്ടു മനസ്സലിഞ്ഞ് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ അലിഞ്ഞു തിരിയുന്നത് കണ്ടപ്പം മനസ്സലിഞ്ഞു എന്നുള്ള ആ വാക്യം. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവേ, ഇവരെല്ലാം ഒരു പാസ്റ്ററും ഇല്ല, ഇവരുടെ സങ്കടം പറയാനോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ ഒരു പാസ്റ്ററോ സഭയോ ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാം തിരിച്ച് വീണ്ടും അവരുടെ പാരമ്പര്യത്തിലേക്ക് പോയി പോകുമോ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം എനിക്ക്. അങ്ങനെ നാട്ടിൽ വന്നു, അല്ല തിരിച്ച് കുവൈറ്റ് വന്നു. അന്ന് ഉപവാസ പ്രാർത്ഥനയാണ് ചർച്ചിലും ഡിസംബറിൽ. ഞാനിത് എഴുതി ഒരു കവറിലിട്ടുകൊണ്ട് പ്രാർത്ഥിച്ച്, കർത്താവേ, എനിക്ക് ഞെക്കനാലിൽ സഭ തരണോ, സഭ തരണം. ചോദിച്ചാൽ പറഞ്ഞ, ലീല കടന്ന് വെപ്രാളം പിടിക്കുന്നതും കരയുന്ന എന്തിനാ? ദൈവം ലീലയോട് പറഞ്ഞെങ്കിൽ ലീലയോട് ഇതുവരെ പറഞ്ഞെല്ലാം ദൈവം നിറവേറ്റിയില്ലേ, ദൈവം തരും, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2012 അപ്പോഴത്തേക്ക് എനിക്ക് 60 വയസ്സായി. ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്ന. അപ്പൊ 12 ഹസ്ബൻഡ് ജോലി നിർത്തി, പാസ്റ്റൽ ഓർഡിനേഷനൊക്കെ ഹസ്ബൻഡും എടുത്തു. അങ്ങനെ 2012 ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു 10 സെന്റ് സ്ഥലമുണ്ട്, 18 ലക്ഷം രൂപ കൊടുക്കണം, അത് മേടിക്കണം എന്നൊക്കെ പറയാനിടയായി തീർന്നു. അങ്ങനെ അത് മേടിക്കാനും അവിടെ ഒരു സഭ രൂപം കൊണ്ട് വീണ്ടും അവിടെ സഭ പണിതു. അങ്ങനെ വളരെ മനോഹരമായ ഒരു സഭ. ആ സമയത്ത് ഞങ്ങളുടെ കയ്യിലൊന്നും കാശില്ല. അതിനു മുൻപ് കുറച്ച് വസ്തുവൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റ് നമ്മൾ നോർത്ത് ഇന്ത്യ ഇങ്ങനെ സുവിശേഷത്തിന് വേണ്ടി എല്ലാം ചെലവാക്കി. അപ്പൊ ഈ 2013 വന്നപ്പോൾ ഞാൻ എൻ്റെ ജോലിയും തീർന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇതുവരെ ഒരു വീടൊന്നും വെച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, സന്ദർശിവാക്ക 27-ാം അധ്യായത്തിൽ പറഞ്ഞു, നിന്റെ ആടുകളുടെ അവസ്ഥ അറിയാൻ ജാഗ്രതയായിരിക്കുക, നിന്റെ കന്നുകാലികളിൽ മേൽ നന്നായി ദൃഷ്ടി വെക്കുക. ആ വാക്യങ്ങളൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാ, ഞാൻ ഇനി വീടും കൂടുമൊന്നും അന്വേഷിക്കേണ്ട, കർത്താവ് എന്നെ നോക്കിക്കൊള്ളും. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു, അവിടെ സഭ പണിതു. ഇത്രയും 10 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. അപ്പൊ വളരെ മനോഹരമായ ഒരു ചർച്ച്, റെക്ടാങ്കിൾ ഷേപ്പിൽ ദൈവം കാണിച്ച ദർശനപ്രകാരം പണിയാനിടയായി തീർന്നു. 2 AC ഒക്കെ വെച്ച് 2 മുറിയും പണിത്, 2 ബാത്റൂം പണിത്, സ്നാനക്കുളം പണിത്. അപ്പൊ ആ 10 സെന്റ് സ്ഥലത്തിനകത്ത് ഇതെല്ലാം പണിഞ്ഞ് ഏകദേശം 1 കോടിയിലധികം രൂപ ചെലവായി. പക്ഷെ കയ്യിലൊന്നും ഇല്ലാത്തപ്പോഴാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ തന്നെ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ലോണൊക്കെ എടുപ്പിച്ചു. അങ്ങനെ എല്ലാം അത് ചെയ്യാൻ ദൈവം ഇവിടെ, ഞാൻ വലിപ്പം പറയല, എൻ്റെ കർത്താവ് പറയുന്ന അതുപോലെ അനുസരിക്കാമെന്നുള്ള ഉടമ്പടിയാണ് ദൈവത്തിന് കൊടുത്തത് കൊണ്ട് അതെല്ലാം ചെയ്യാനിടയായി തീർന്നു. പക്ഷെ കുവൈറ്റിലെ സഭയിലുള്ള വിശ്വാസികളെ സഹായിച്ചല്ലാതെ ആരോടും പിരിവിന് പോകാനോ ഒന്നുമല്ല, നിങ്ങൾ തന്നെ ചെയ്യാനാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞ്. അതും അനുസരിച്ച് ഇന്ന് മനോഹരമായ സഭ, അവിടെ ഒരു പാസ്റ്ററുണ്ട്. പിന്നെ അതിനുശേഷം കേരളത്തിൽ മറ്റ് 2 സഭകളും കൂടെ ദൈവം തരുവാൻ ഇടയാക്കി തീർന്നു. അങ്ങനെ കേരളത്തിൽ ഇപ്പം 3 സഭയും, കുവൈറ്റിലെ സഭ, നോർത്ത് ഇന്ത്യയിലെ 12 സഭകൾ, ഇത്രയും സഭകൾ ഉണ്ടാകുവാൻ ദൈവം സഹായിച്ചു. 2015 ആയപ്പോഴും എൻ്റെ മരുമകന് കാനഡയ്ക്ക് പോകാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ച്. അങ്ങനെ മരുമകൻ അപ്പോൾ പാസ്റ്ററായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സഭയുടെ പാസ്റ്റർ പുള്ളിക്കാരനാണ്. അപ്പം ലേഡീസ് പ്രയറിനൊക്കെ ആണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത്. കാരണം പാസ്റ്റർ വന്നാൽ നമുക്കെല്ലാം ഒരു മടിയാണല്ലോ. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളങ്ങ് നടത്തിയാൽ മതി. അപ്പോൾ എന്നിട്ട് വന്നിട്ട് ഞാൻ പറയും, ഇന്നാളെ ലീഡ് ചെയ്തു, ഇന്നാള്. ഞങ്ങളിപ്പോൾ യോസഫിൻ്റെയും ദാവീദിൻ്റെയൊക്കെ കഥകളൊക്കെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, അല്ലാതെ കൂടുതൽ ഇതൊന്നുമില്ല. പക്ഷെ എല്ലാം വന്ന് ദേവദാസൻ ഞങ്ങളെ പഠിപ്പിച്ച്, അല്ലെ പറഞ്ഞു തരും തെറ്റുമല്ല ഉണ്ടായിരുന്നു, അങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ ഒരു വാഗ്ദത്വം കിടപ്പുണ്ട്, നിങ്ങളുടെ സഭ ഒരു ശുശ്രൂഷകന്മാരുടെ സഭയായിരിക്കുമെന്ന്. അതുകൊണ്ട് എൻ്റെ മരുമകൻ, അതായത് തോമസ് മാത്യൂസ് പാസ്റ്റർ, എല്ലാവരെയും ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുമായിരുന്നു. എല്ലാവരെയും കൊണ്ടും എഴുതി തന്നാണെങ്കിലും ലീഡ് ചെയ്യിപ്പിക്കുകയും മെസ്സേജ് പറയാനും എല്ലാം ദൈവം വളർത്തി അങ്ങനെ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവന്ന്. അതുപോലെ നമ്മുടെ സഭയിലുള്ളവരും മിക്കവരും ഇങ്ങനെ അവരുടെ വിഷയങ്ങളുമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മുടെ വീട്ടിൽ വരികയും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പ്രയാസങ്ങൾ കേൾക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും, അങ്ങനെ ദൈവം എനിക്ക് ചില ആലോചനകൾ തരും. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം, അവരുടെയും വിശ്വാസം വർദ്ധിക്കണം. അല്ലാതെ ഞാനൊരു വലിയ പ്രവാചകയൊന്നുമല്ല. പക്ഷേ ഇവരെ എല്ലാം നേടേണ്ടതിനായിട്ട് ദൈവം അവരുടെ പാസ്റ്റും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം സംസാരിക്കണ്ടേ. അങ്ങനെ അനേകർ വന്നു. ഇവരെല്ലാം നമ്മുടെ മക്കളാണ്. കാരണം നമ്മൾ അവരോട് ചേർന്നിരുന്ന് അവരോട് ഓരോ കാര്യങ്ങൾ പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് സാവധാനം അവരെല്ലാം സഭയിലോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ സ്നാനങ്ങൾ, അങ്ങനെയാണ് നമ്മുടെ സഭയിലുള്ള എല്ലാവരും. മറ്റൊരു സഭയെന്നുള്ളവരോ ഒന്നും വന്നിട്ടില്ല. എല്ലാം നമ്മൾ വളർത്തി പോഷിപ്പിച്ചു കൊണ്ടുവന്ന മക്കളാണ്. അതുകൊണ്ട് അവർ ഞങ്ങളെ വിളിക്കുന്നത് തന്നെ അപ്പച്ചാമ്മച്ചി എന്നായി പോകും.
വളരെ സ്നേഹത്തോടെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുപോലെ അവർ അതേ വളരെ സ്നേഹത്തിലും ഐക്യതയിലും പോകുന്ന ഒരു നല്ല സഭയാണ്. നോർത്ത് ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയൊക്കെ സഭ അവിടെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിലും 3 സഭയുണ്ടായി. അതിനുശേഷം പിന്നെ 2019 ഞാൻ നാട്ടിൽ ലീവിന് ചെല്ലും. അപ്പോൾ അതിനിടയിൽ നമ്മുടെ നാട്ടിലും ഞാൻ ലീവിന് പോകുമ്പോൾ അയൽവക്കത്തൊക്കെ പോകും, ഓരോ വീടുകൾ സന്ദർശിക്കും, അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കുകയും അവരോട് സുവിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ 3 കുടുംബങ്ങൾ 19 ഞാൻ ലീവിന് പോകുമ്പോൾ സ്നാനപ്പെട്ടു. പക്ഷെ അവര് സമൂഹത്തെ പേടിച്ചും അച്ഛനെ പേടിച്ചും ഒന്നും അവർ വേർപെട്ടിട്ടില്ല. CSI തന്നെ പോകും. പക്ഷെ മറ്റുള്ള പ്രാർത്ഥനകൾക്കെല്ലാം വരും. ഞായറാഴ്ച വരത്തില്ല. പക്ഷെ ഒരു കുടുംബം മാത്രം വരും ഞായറാഴ്ച. മറ്റു 2 കുടുംബങ്ങളും വെള്ളിയാഴ്ച മാത്രമേ വരത്തുള്ളൂ. പിന്നെ അങ്ങനെ പലയിടത്തും പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചു. ഹസ്ബൻഡാണെങ്കിലും തനിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു കൃപ കൊടുത്തു. അങ്ങനെ അനേകരെ ഇരുന്ന് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. പുള്ളിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഹസ്ബൻഡ് രക്ഷിക്കപ്പെട്ട ആ സമയത്തൊന്നും മക്കളില്ല, കൂടെ ഇല്ല. മക്കളപ്പോഴത്തേക്ക് പഠിത്തം കഴിഞ്ഞു പോയല്ലോ. അപ്പം കിട്ടുന്നവരെ കൊണ്ട് അങ്ങ് ആർത്തിയാ പുള്ളിക്കാരന് പഠിപ്പിക്കാനും വചനം പറഞ്ഞു കൊടുക്കാനും. അങ്ങനെ ബൈബിൾ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് ഇരിക്കുന്നു. 2019 ഞാൻ നാട്ടിൽ ലീവിന് ചെല്ലുമ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഈ വർഷം നിന്നെ ഞാൻ കാനഡയിൽ അയക്കുമെന്ന്. അങ്ങനെ ഇരിക്കുമ്പം തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു. 2014 വീട് ചർച്ചിന്റെ ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞു. പിറ്റേ ആഴ്ചയിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യമൊക്കെ പറയുന്ന സമയത്ത് സാക്ഷ്യമൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഒരു മനുഷ്യൻ, എനിക്ക് നാട്ടിലെ എല്ലാ ആൾക്കാരെയും ഒന്നും അറിയത്തില്ല. അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ അടുക്ക് വന്നിട്ട് പിന്നെ ഇങ്ങനെ ചോദിച്ചു, മോൻ എവിടെ അമേരിക്കയിൽ? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെയൊക്കെ അവിടെ ചർച്ചുണ്ട്, പിന്നെ അമ്മമ്മ വരാവോ? ഞാൻ പറഞ്ഞു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അന്ന് എൻ്റെ ജോലി തീർന്നില്ല, 3-4 മാസത്തും കൂടെ ഉണ്ട്, എനിക്ക് ലീവ് കിട്ടുമോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറയും. അങ്ങനെ അപ്പൊ പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഞാനും ഇപ്പൊ ഫെബ്രുവരിയിൽ ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു വെളിപ്പാട് കാണിക്കുക, ഒരു മനുഷ്യൻ നിന്ന് വിളിച്ചിട്ട് മാർച്ചിൽ വാ എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ മാർച്ചില് അപ്പോൾ എനിക്ക് കൺഫർമേഷനായി ഇങ്ങനെ അമേരിക്കയ്ക്ക് പോകാമെന്ന്. അപ്പം 2007 ഞാൻ ദൈവം എന്നോട് ഇടപെട്ടിട്ട് ഞാൻ അമേരിക്കൻ വിസയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. 10 വർഷത്തെ വിസയും ഉണ്ട്. 2009 ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ദൈവാത്മാവ് എവിടെ പോകണം, ഞങ്ങൾ നോർത്ത് ഇന്ത്യക്ക് ഒന്ന് പോകണമെന്നുണ്ട്, നാട്ടിൽ പോകണോ? അപ്പൊ മോൻ പറയുന്നു, നിങ്ങൾ വരുന്നില്ലേ, അമേരിക്കയ്ക്ക് വരുന്നില്ല, ഞാൻ വീട് ഇവിടെ എടുത്തിട്ടേക്കുക, അല്ലെങ്കിൽ ഞാൻ ബാച്ചിലേഴ്സിന്റെ കൂടെ താമസിക്കുക. കാരണം അതിന് മുമ്പത്തെ വർഷം എൻ്റെ മകളൊക്കെ പോയിരുന്നു. അപ്പൊ ആ വീട് അവിടെ കിടക്കുക, നിങ്ങൾ വരുന്നെങ്കിൽ വാ ഈ വർഷം എന്ന് പറഞ്ഞു മോൻ വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കട്ടെ, ദൈവം പറയുകയാണെങ്കിൽ വരാം. അങ്ങനെ ഞങ്ങൾ 3 ദിവസം ഉപവാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം വീട്ടിലിരുന്നൊരു ദൈവദാസനുണ്ട്. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ നമുക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പം പ്രാർത്ഥിച്ച് ആദ്യത്തെ ദിവസം അത് കഴിഞ്ഞ് എന്നാ പാസ്റ്റർ അങ്ങ് തിരിച്ചു പോകണം. അപ്പൊ പാസ്റ്ററിനോട് പറഞ്ഞു, അമ്മമ്മേ എനിക്കൊന്നും കിട്ടിയില്ല, ദൈവം അമ്മമ്മയോട് സംസാരിച്ചോളൂ. പിറ്റേ ദിവസവും ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒന്നും കിട്ടിയില്ല. 3-ാം ദിവസം ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്നോട് തന്നെ പ്രവചിക്കുക, നീ ന്യൂജേഴ്സിക്ക് പോ എന്ന് പറയുകയും എന്നെ 3 ദർശനവും ദൈവം കാണിച്ചു തന്നു. ഒരു വീട്, ആ വീട്ടിലൊരു അമ്മയും മകളും ഇരുന്ന് ഭയങ്കര വിഷമം തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട്. രണ്ടാമത് പല നാഷണാലിറ്റി ഉള്ള കുറെ സഹോദരിമാർ, അവരുടെ നടുവിൽ ഞാനിരിക്കുന്നു. പിന്നെ വേറെ മനോഹരമായ ഒരു വീട്. ഇത്രയും കാണിച്ചു തന്നിട്ടും ന്യൂജേഴ്സിക്ക് പോകാൻ പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടനെ മോനോട് പറഞ്ഞു, മോനെ ഞങ്ങൾ അമേരിക്കയ്ക്കാണ് വരുന്നത്. അപ്പൊ മോൻ പറഞ്ഞു, ശരി എന്നാൽ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ചയിൽ ഞാൻ ലേഡീസ് പ്രേയർ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു, ദൈവം പറഞ്ഞു നിങ്ങൾ അമേരിക്കയ്ക്ക് പോകാൻ, ദൈവം എന്നെ ഈ 3 ദർശനവും കാണിച്ചിട്ടുണ്ട്. എന്തായാലും ദൈവം പറഞ്ഞു, നീ നീ അവിടെ ചെന്ന് ചെയ്യേണ്ടത് ഞാൻ നിന്നെ അറിയിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ ഹസ്ബൻഡും അത് അംഗീകരിക്കുക, എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിനൊന്നും എതിരില്ല. ദൈവമാണ് എന്നോട് സംസാരിക്കുന്നതെന്ന് പുള്ളിക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകാനായിട്ടിരിക്കുക. അപ്പൊ ഈ സഹോദരി എന്നോട് പറഞ്ഞു, അയ്യോ ആന്റി, അത് എൻ്റെ ആന്റിയും മോളും അവര് ഭയങ്കര വിഷമത്തിലാ, അവര് ഭയങ്കരമായിട്ട് കരച്ചിലാ, ഞങ്ങൾ എന്തിനാ ഈ അമേരിക്ക വന്നേ, അവരങ്ങ് ഒത്തിരി വിഷമത്തിലൊക്കെ ആയിരിക്കുക, ആന്റി അവിടെ പോണേ. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാ? അന്നേരം പറഞ്ഞു, സ്ഥലമൊന്നും എനിക്കറിയത്തില്ല, ഇനി ആന്റി വിളിക്കുമ്പോൾ ഞാൻ സ്ഥലം ചോദിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവർ മെറിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, മോനെ മെറിലാൻഡ് എവിടെ? അന്നേരം പറഞ്ഞു, എന്താ? അപ്പൊ പറഞ്ഞു, ഞാനിങ്ങനെ ദർശനം
ദർശനം കണ്ട് ദൈവം എന്നോട് പറഞ്ഞു അവിടെ നിന്നെ എത്തിക്കാൻ. അപ്പം മോൻ പറഞ്ഞു അതിനെന്നാ അമ്മ, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് പോകാനാണ് ഒരു 4-5 മണിക്കൂർ ട്രെയിനിന് പോകണം. അങ്ങനെ അത്രയും ദൂരത്ത് മറ്റൊരു സ്റ്റേറ്റ്, വാഷിങ്ടൺ അടുത്തുള്ള ഒരു സ്റ്റേറ്റ്. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞു, അമേരിക്ക വന്നു കഴിഞ്ഞ് ഞാൻ അവർക്ക് ഫോൺ ചെയ്തു. അപ്പോൾ അവരുടെ വിഷയങ്ങൾ പറഞ്ഞു. അപ്പോൾ ഫോണിൽ കൂടെ തന്നെ സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഞാൻ ലീവ് കിട്ടിയപ്പോൾ ഞാൻ അറിയിക്കാം, അപ്പം നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും, ഞാനും മോനും ഹസ്ബൻഡും കൂടെ അവിടെ പോയി. ഞങ്ങൾ ഒരു ഹോട്ടലെടുത്ത് താമസിച്ചുകൊണ്ട് അവിടെ പോവാണ്. പിറ്റേ ദിവസം അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇല്ല, സ്വർഗത്തു നിന്ന് ദൈവം ഇറങ്ങി വന്ന പോലെ ഞങ്ങളെ സ്വീകരിക്കുന്നത്. അയ്യോ, ഈ ആൻറ്റിക്ക് എങ്ങനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ഞങ്ങളുടെ പ്രയാസം, ഇത്രയും ദൂരെ ഇരുന്നേ. അപ്പൊ അവർക്കതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുക. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് എന്നെ ദർശനത്തിൽ കാണിച്ച പോലെ എൽ ഷേപ്പിൽ കിടക്കുന്ന സെറ്റി, അമ്മയും മോളും അതേ തന്നെ. അപ്പൊ പ്രശ്നം എന്തുവാ, ഇവർക്ക് പിന്നെ പിന്നെ ഇവരുടെ മോർഗേജ് അടയ്ക്കാൻ പൈസയൊന്നുമില്ല. അവരുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നില്ല, കുറെ നാളായിട്ട് സിക്കാണ്. അപ്പോൾ മോർഗേജ് അടയ്ക്കാമെന്ന ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരു റീഫൈനാൻസിന് ചോദിച്ചിട്ട് ചില കമ്പനി കൊടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. രണ്ടാമതായിട്ട് മകൾ നേഴ്സിങ്ങിന് പഠിക്കുക. അവളിങ്ങനെ പൊസസ്ഡാ. അവൾ വണ്ടി ഓടിച്ചോണ്ട് പോകുമ്പോൾ അടുക്കൽ ആരാണ്ട് ഇരിക്കുന്നതായിട്ട് തോന്നുന്നു, എന്നിട്ട് ആക്സിഡന്റ് ഉണ്ടാക്കി. അങ്ങനെ അവൾ പൊസസ്ഡായിട്ടുള്ള ആ വിഷയം. മൂന്നാമത് ഹസ്ബൻഡിന് ക്യാൻസർ, പക്ഷെ അവർ പറഞ്ഞിട്ടില്ല ക്യാൻസറാണെന്ന്. അങ്ങനെ ഈ 3 വിഷയം, ഈ 3 വിഷയത്തിനും പ്രാർത്ഥിക്കുകയും ദൈവം അവിടെ വിടുതലയക്കുകയും ചെയ്തു. ഞാൻ പോരുന്നതിന് മുമ്പായിട്ട് റീഫൈനാൻസ് ചെയ്ത് അവർക്ക് മോർഗേജ് റീഫൈനാൻസ് ചെയ്ത് $10,000 കണ്ട് അടയ്ക്കണമായിരുന്നു. അത് റീഫൈനാൻസ് ചെയ്ത് കുറച്ച് കൊടുക്കാൻ അത് ഇടയായി തീർന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ ആ ദുരാത്മാവ് വിട്ടുപോയി. അവൾ വീണ്ടും നഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. ഹസ്ബൻഡ്, ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് വന്ന് അമേരിക്ക വിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഹസ്ബൻഡിന് സൗഖ്യമായി ജോലിക്ക് ജോയിൻ ചെയ്തു. ഹസ്ബൻഡിന് അറിയത്തില്ലായിരുന്നു താൻ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്നുള്ള, അവർ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ആ വീട്ടിലെ അത് കഴിഞ്ഞു. രണ്ടാമത്തെ ദർശനം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് ലേഡീസ് പ്രയറിന് പോയതാണ്. അങ്ങനെ അവിടെയും പോയി സാക്ഷ്യം പറയാൻ ദൈവം ഇടയാക്കി. മൂന്നാമത് ഫിലാഡൽഫിയ എന്ന വേറൊരു സ്റ്റേറ്റിലായിരുന്നു. അവിടെ ദൈവം കൊണ്ടുപോയി. ആ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ദൈവം എന്നെ കാണിച്ചു തന്നു. അതിനുശേഷം അവിടുത്തെ മകള് രക്ഷിക്കപ്പെടുവാനും ഒക്കെ ആയിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ദൈവം കാണിച്ച്, ദൈവത്തിന്റെ വാക്ക് കേട്ടോണ്ട് ഞാൻ പറഞ്ഞില്ലേ, കണ്ണുമടച്ച് ദൈവത്തെ ഞാനങ്ങ് വിശ്വസിക്കുക, ദൈവം പറയുന്നതനുസരിച്ച് അങ്ങനെ ഞങ്ങൾ പോയി. അതെല്ലാം ദൈവം എന്ത് കാണിച്ചു തന്നോ അത് ദൈവം നിറവേറ്റി തന്നു. അതിനുശേഷം തിരിച്ച് മോൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ അവിടെ ഇവിടെ എല്ലാം പോയി ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ എൻ്റെ മോന് വേണ്ടി ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചില്ലല്ലോ. ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഇനി ഒരാഴ്ച ഇവിടെ ഞങ്ങൾക്ക് തിരിച്ച് പോയിട്ട് വരാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം മോൻ്റെ ഭാവി ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭാവി ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം മോൻ പറഞ്ഞു നാളെ, അപ്പം അവൻ്റെ ചർച്ചിൽ 3 ഇത് നടക്കുന്നുണ്ട് സർവീസ്, 9-നും 12-നും 3-നും. അപ്പം പറഞ്ഞു നമുക്കെന്നാൽ 12-ന് പോകാം, രാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ചർച്ചിലും പോയിട്ട് വൈകിട്ട് വന്ന് ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് ഞങ്ങളും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കുക. ശനിയാഴ്ച രാത്രി ഞാൻ കിടന്നു കഴിഞ്ഞപ്പം ഒരു പെങ്കൊച്ചിനെ ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് മലയാളിയല്ലല്ലോ. അപ്പം എന്നോട് പറയുക, ഇത് മതി, നീ ഇനി അന്വേഷിക്കാൻ പോകണ്ട. ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചുരുണ്ട മുടിയൊക്കെ ഉള്ള ഒരു പെൺകൊച്ചിനെ കാണിച്ചു. രാവിലെ ഞങ്ങൾ 3 കൂടെ പ്രാർത്ഥിക്കാനൊക്കെ വന്ന് തയ്യാറായി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ മോനോട് ഞാൻ പറഞ്ഞു, മോനെ ഇന്നലെ രാത്രി തന്നെ ദൈവം ഒരു പെണ്ണിനെ ഇങ്ങനെ കാണിച്ചു. പിന്നെ അപ്പം ഇന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. ഞാൻ ചോദിച്ചു, മോനിഷ്ടം? നമുക്ക് എന്താ അമ്മയെ ചോദിക്കുന്നേ? ദൈവം എന്ത് പറയുന്നു? ദൈവം പറഞ്ഞതെന്ന് അമ്മയ്ക്ക് അറിയാമോ? അമ്മ പറയുന്നത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായി. എനിക്ക് ആരോടും ഇതില്ല. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യം, ദൈവം പറയുന്നതിനപ്പുറം ഇപ്പുറം എനിക്കില്ല. അപ്പം ഞാൻ ഓക്കെ, ദൈവം അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാനത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പെങ്കൊച്ചിനെ ഒരു ദിവസം വീട്ടിൽ വന്നു. ഇങ്ങനെ എന്തുവാ ഈ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പം മോനോട് ചർച്ചിലുള്ള സഹോദരിമാരൊക്കെ പറഞ്ഞു, നിന്റെ മമ്മിക്ക് സലൂണിലോ അല്ലെ എന്തെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ സാധനം മേടിക്കണം, ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം പിറ്റേ ദിവസം എനിക്ക് പോകണം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോരാം. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നാളെ വല്ലവരെയും കിട്ടുമോ? അന്നേരം പറഞ്ഞു, ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ അമ്മ, ആരാ അവൈലബിൾ? അപ്പൊ വിളിച്ചപ്പോൾ ആരാ? ഈ പെങ്കൊച്ച. അപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കൊച്ചു വരും അമ്മ, അതിനെയും കൂട്ടി. ഇത് നോക്കിയപ്പം ദൈവം എന്നെ ദർശനത്തിൽ കാണിച്ച കൊച്ചു തന്നെ. അങ്ങനെ അതിനെയും കൂട്ടി ഞങ്ങൾ 2 കൂടെ ഷോപ്പിങ്ങിന് പോയി. തിരിച്ചു വന്ന് മോൻ സ്റ്റേഷനിൽ നിന്നു, ഞാൻ ഇനി പോരുന്നു.
അപ്പം ഞങ്ങൾ ഇതിനോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് നിനക്ക് വല്ലവരും ഉണ്ടോ, നിന്റെ കല്യാണത്തിന്റെ കാര്യം എന്താ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം എന്നെ ഒരാളെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ആ ആളിനോട് ഇതുവരെ പറഞ്ഞിട്ടുമില്ല, ഞാൻ അതിന് ഉപവാസവും പ്രാർത്ഥനയിലുമാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നെൽസൺ എങ്ങനെയുണ്ട്, എന്നിട്ട് പറഞ്ഞു ഓ എന്നും പറഞ്ഞ് പുള്ളിക്കാർക്ക് ഭയങ്കര ഒരു ചാട്ടോ, ഭയങ്കര ഞാൻ ചോദിച്ചു നിനക്ക് ഇഷ്ടമാണോ, അന്നേരം പറഞ്ഞു പിന്നെ എനിക്കത് ഇഷ്ടം, അതിനുവേണ്ടി ഞാൻ ഉപവസിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങ് പറയുകയും ചെയ്തു ഇതിനോട്, ഞാനിങ്ങനെ നിന്നെ കണ്ടു എന്നൊക്കെ. അന്ന് അവളുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. അപ്പൊ ഈ അമ്മയ്ക്ക് ഓൾറെഡി ദൈവം ദർശനം കാണിച്ചു വെച്ചിരിക്കുക. പക്ഷെ അവരെല്ലാം ഭാരപ്പെട്ടിരിക്കുക. ഞങ്ങൾ ലീവിന് അവിടെ വരുന്നു, നമ്മൾ മലയാളികളെ ആയിരിക്കുമല്ലോ അന്വേഷിക്കുന്നത്. അപ്പൊ ഈ അമ്മ മോളോട് പറഞ്ഞു, അഥവാ അവര് പിന്നെ അവരുടെ മോന് കല്യാണമല്ലോ ആലോചിച്ചാല് നീ വിഷമിക്കരുത്, ദൈവം അവനെ പിന്നെയും നിന്റെ ഒരു ജസ്റ്റ് ഫ്രണ്ടായിട്ട് നീ കണ്ടോളും എന്നൊക്കെ പറഞ്ഞ് അമ്മ അവളെ ധൈര്യപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുക. അമ്മയും മൂക്കും അറിയാം, പക്ഷെ നെൽസൺ അറിയത്തതേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴേ അമ്മ ഉടനെ വിളിച്ചു പറഞ്ഞു, നെൽസന്റെ മമ്മി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓ അവർക്കും ഭയങ്കര സന്തോഷമാണ്, അവർ വീട്ടിൽ വരുന്നു, ജോലി കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു ഓക്കെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ഇനി എവിടെ വെച്ചിട്ട് നടത്തണം, ഇനി നമുക്കിതെല്ലാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് നെൽസൺ പിന്നെ അവളെ സ്നേഹിക്കാനും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞു 2011 ദൈവകൃപയാൽ അവന്റെ വിവാഹം നടക്കുവാൻ, അമേരിക്ക വെച്ച് വിവാഹം നടക്കുവാനിടയായി. ഞങ്ങളും മോളും ഹസ്ബൻഡിന്റെ ആൾക്കാരും അങ്ങനെ കുറെ പേര് ഞങ്ങൾ ഇവിടെ വന്ന് അങ്ങനെയാണ് അവന്റെ വിവാഹം നടക്കാനിടയെത്തിയിരുന്നത്. അങ്ങനെ എൻ്റെ വിവാഹം 2011 നടന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ദൈവം അനുവദിച്ചു പിന്നെയും ഞങ്ങളിപ്പോൾ 2015 ആ മനുഷ്യൻ പറഞ്ഞതനുസരിച്ച് വന്നു ഞങ്ങൾ വീണ്ടും പല സ്റ്റേറ്റുകളിലൊക്കെ പോയി ശുശ്രൂഷിക്കാൻ ദൈവം അവസരം ഒരുക്കി. പലരെ സ്നാനപ്പെടുത്താനോ പലരും രക്ഷിക്കപ്പെടാനും ഒക്കെ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ പിന്നെയും മോൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നിനക്കൊരു വീട് മേടിക്കണ്ടേ, എന്താ നീ വീട് മേടിക്കാതിരിക്കുന്നത്? പറഞ്ഞു അമ്മ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ സുഖമാണ്, കാരണം ചുമതലയൊന്നുമില്ല, ഐസൊക്കെ വീണ വരാനും ഒന്നും പോകണ്ട, ഒന്നുമില്ല, ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ട് താമസിക്കും. അപ്പൊ ഞാനിങ്ങനെ ദൈവം നിനക്ക് 5 റൂമുള്ള വീട് തരും, ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. ഒരു മുറി ഓഫീസ് റൂമാണ്, ഒന്ന് നിന്റെ ഗസ്റ്റിന് വേണ്ടി പാസ്റ്റേഴ്സ് ആരെങ്കിലും വന്ന്, ഇവിടെ പിന്നെ അങ്ങനത്തെ ഒരു പരിപാടി അധികം ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വീട് ഇങ്ങനെ ദൈവം കാണിച്ചു, വളരെ മനോഹരമായ ഒരു വലിയ വീട്. ഇവര് ഇതും വെച്ചോണ്ട് ഇങ്ങനെ വീട് അന്വേഷിക്കുക. അമ്മ പറഞ്ഞത് അനുസരിച്ച് നോക്കിയിട്ട് നിന്ന് അങ്ങനത്തെ വീടുകളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്, കാരണം ഇവിടെ എല്ലാം ബെഡ്റൂം മേളിലും താഴെ കിച്ചണും ഹോളും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങള് അപ്പം മോൻ കാണുന്നത് ഞങ്ങൾ പ്രായമായി വരുമ്പോൾ ഇവിടെ വന്നാല് ഞങ്ങൾക്കും താമസിക്കണമല്ലോ, അപ്പൊ ഈ മേളിലോട്ട് കയറാനും ഇറങ്ങാനും അപ്പൊ അങ്ങനത്തെ വീട് നോക്കി നടക്കുന്നു. ഇനി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ അപ്പം ചർച്ച് പണിത്, ചർച്ചിന്റെ പാസ്റ്ററിന് ദർശനം കിട്ടിയാണ് ഇവരൊരു ചർച്ച് അവിടെ പണിഞ്ഞത്, ഈ ഹോപ്പ് സെന്റർ എന്ന് പറഞ്ഞ ചർച്ച്. ആ ചർച്ചിലും ലോൺ ഇങ്ങനെ 5 വർഷത്തേക്ക് ഏതോ ഒരു പെർസെൻറ്റേജ് കുറച്ച് കൊടുത്തേക്കുമായിരുന്നു മോർഗേജ് അടയ്ക്കാൻ. പക്ഷെ ഇവരങ്ങ് വിട്ടുപോയി. അപ്പൊ 3-4-5 മാസത്തെ പെൻഡിങ്ങും എല്ലാം കൂടെ കുറച്ച് കടമായിട്ട് ഇങ്ങനെ വന്ന്. അപ്പൊ പേഴ്സ് ഇങ്ങനെ നെൽസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, നമ്മുടെ അക്കൗണ്ടിന് മനസ്സിലായില്ല, അപ്പൊ ഇത്രയും പൈസ ഇനി ഉടനെ അടയ്ക്കണമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നെൽസന് ഭയങ്കര വിഷമം. അപ്പൊ നെൽസൺ അപ്പൊ എന്നോടും വിളിച്ചു പറഞ്ഞു, മമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, മമ്മയും പ്രാർത്ഥിക്കുക, എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അപ്പൊ ഇവർ വീട് മേടിക്കാൻ ഉള്ള പൈസ ഇങ്ങനെ ബാങ്കിൽ ഇട്ടേക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫിനോട് പറഞ്ഞു നമ്മൾ എന്തെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ ഈ പ്രതിസന്ധിയിൽ. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു എല്ലാത്തിനും ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന നമ്മളല്ലേ എപ്പോഴും എല്ലാം ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി പ്രഗ്നന്റ് അല്ലേ, അപ്പൊ അതിനു മുമ്പേ വീട് മേടിക്കാനായിട്ട്. നെൽസൺ പറഞ്ഞു അത് പറ്റത്തില്ല, എന്തായാലും നമുക്ക് കൊടുക്കണം. അപ്പൊ പറഞ്ഞു എന്നാ പോയി പ്രാർത്ഥിയിൽ എത്ര കൊടുക്കണമെന്ന്. രണ്ടുപേരും 2 മുറി പോയിരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പുള്ളിക്കാരത്തി പറഞ്ഞു, ചിരിച്ചോണ്ടാ വരുന്നത്. അപ്പൊ പറഞ്ഞു നിന്നോട് ദൈവം ഇടപെട്ട് എന്ത് പറഞ്ഞു, മുഴുവനും കൊടുക്കാൻ പറഞ്ഞു, നിന്റെ വായിലുള്ളത് മുഴുവൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതെങ്ങനെയാ സംസാരിച്ച? അന്നേരം പറഞ്ഞു നിന്റെ ഫാദറിൻലോ ചെയ്തില്ലേ, നിന്റെ ഫാദറിൻലോയുടെ പിന്നെ സ്ഥലം മേടിക്കാൻ, ഞെക്കനാൽ ചർച്ച് വെക്കാൻ സ്ഥലം മേടിക്കാൻ പറഞ്ഞപ്പോൾ പൈസ ഒന്നുമില്ലായിരുന്നു. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സെറ്റിൽമെന്റ് 5 ലക്ഷത്തിനുള്ള അഡ്വാൻസിനുള്ള അത്രയും മാത്രം തുകയെ കിട്ടിയുള്ളൂ. പുള്ളി അത് മുഴുവൻ കൊടുത്തില്ലേ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ നീയും ചെയ്യുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. അവർ ബാങ്കിൽ കിടന്ന് പൈസയും കൊണ്ട് പാസ്റ്ററുടെ അടുക്ക ചെല്ലുക. അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ മേടിക്കത്തില്ല. അയ്യോ നിങ്ങളാ എല്ലാത്തിനും തരുന്നത്, വേണ്ട. അന്നേരം പറഞ്ഞില്ല, ഇത് ദൈവം പറഞ്ഞ, ഞങ്ങൾ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞു ഓൾറെഡി, പാസ്റ്റർ ഇത് മേടിച്ചേ പറ്റത്തുള്ളൂ.
അങ്ങനെ മീൻസ് ദൈവം പറഞ്ഞത് അവരും അനുസരിച്ചു എന്നുള്ളതാണ് പറയാൻ വന്നത്. അതിനുശേഷം അടുത്ത വർഷം അപ്പോഴത്തേക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞു. പിറ്റേ വർഷം ദൈവം അവന് ബോണസ് ധാരാളം. ആ വർഷം വർക്കൊന്നും അത്ര ശരിയായിട്ടില്ല, ബോണസ് കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ച്. പക്ഷെ ദൈവം ബോണസ് നന്നായിട്ട് കൊടുത്തു. ആ വർഷം ഈ പറഞ്ഞതുപോലുള്ള ഭവനം മേടിക്കാൻ ദൈവം ഇടയാക്കി. ആ ഭവനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ 2019 ആയപ്പം ദൈവം കാനഡയിൽ അയക്കും എന്ന് പറഞ്ഞു. അത് അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ കാനഡയിൽ അയച്ചു. 2019 അവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് പറഞ്ഞു, 2021 നിങ്ങൾ കുവൈറ്റ് വിട്ടോണമെന്ന് പറഞ്ഞു. അപ്പൊ 2021 ഏപ്രിൽ 4 വരെയാണ് ഞങ്ങൾക്ക് അവിടെ വീസയുള്ളൂ. നമ്മൾ വീസ ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് കൊറോണയൊക്കെ വന്നു പോയി, അങ്ങനത്തെ അവസരങ്ങളാണ്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു. മക്കളോട് രണ്ടുപേരോടും പറഞ്ഞു, പിന്നെ ഞങ്ങളിങ്ങനെ കുവൈറ്റിൽ നിന്ന് അടുത്ത വർഷം പോരും. അപ്പോഴും കുവൈറ്റിലും തിരിച്ചു വന്നു. ഞാൻ വീണ്ടും ഒരു കൺഫർമേഷന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് പറഞ്ഞു പൊയ്ക്കോളാൻ പറഞ്ഞു, പോകാൻ ഒരുങ്ങിക്കുമെന്ന്. വീണ്ടും പ്രാർത്ഥിച്ചു. ദൈവം ഡേറ്റ് തന്നു, മാർച്ച് 30. അങ്ങനെ 2021 മാർച്ച് 30 കുവൈറ്റ് വിട്ട് ഞങ്ങള് ദൈവകൃപയാല് അമേരിക്കയിൽ വന്നു. മോന്റെ കൂട്ടത്തില് അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മോൻ്റെ ചരിത്രം പറയാൻ ഒരുപാടുണ്ട്. ദൈവം അവരെ നടത്തിയ വഴികളുമൊക്കെ. ഇവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആദ്യം വലിയ പ്രയാസമായിരുന്നു. കാരണം ഇവർക്ക് മലയാളികൾ ആരും അറിയത്തില്ല, മലയാളി ഫ്രണ്ട്സും ഇല്ല, ഒന്നുമില്ല. ഇവരുടെ കൂട്ടത്തിൽ വന്ന് ഞങ്ങൾ താമസിക്കുന്നത് നെൽസന്റെ ചർച്ചിൽ പോയാൽ അവിടുത്തെ കൾച്ചറും അവിടുത്തെ ഭാഷയും ഒന്നും നമുക്ക് പിടികിട്ടത്തില്ല. അപ്പം നമ്മൾ ആരോടും ഒരു കാര്യം ഇങ്ങനെ, അല്ലെ ഹസ്ബൻഡ് എന്തിയ, പിള്ളേരെത്ര ഉണ്ട്, ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കപ്പെടത്തില്ല. ഇതൊന്നും നമുക്കറിയാതെ ഞാൻ ചിലപ്പോൾ ഹസ്ബൻഡ് എവിടാന്നോ എന്തെങ്കിലും ചോദിച്ചപ്പോൾ എന്നോട് മോള് പറയുന്നു, മാം ഡോണ്ട് ടോക്ക് ലൈക്ക് ദാറ്റ്, യു ആർ ഇൻ US നൗ എന്നൊക്കെ പറയും. അപ്പൊ ആകെ ഒരു വിഷമം, വിമ്മിഷ്ടമാണ് നമുക്ക് ഈ ചർച്ചിൽ പോകുന്നത്. അങ്ങനെ ഇരുന്നപ്പം മരുമോള് തന്നെ പറഞ്ഞു, കരീന എന്നാ പേര്, മോള് പറഞ്ഞു ഞാനൊരു മലയാളി ചർച്ച് അന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു മലയാളി ചർച്ച് അന്വേഷിച്ചു. അവിടെ ചെന്ന് 2-3 ആഴ്ച ഞങ്ങൾ പോയി. വളരെ സന്തോഷം, ആത്മാവിൽ ആരാധിക്കാനും എല്ലാം സാധിച്ചല്ലോ. എന്നാൽ 3-ാമത്തെ ആഴ്ച ഞാനോട് ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ മകന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ മകനെ മകനെ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ നിന്നെ മുൻനിരയിലിരുത്തി അവന്റെ ശുശ്രൂഷ അനുഭവിക്കുമെന്നും നിങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുമെന്നും പറഞ്ഞ് നീ എന്തിനിവിടെ വന്നു എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ പോയില്ല. പിന്നെ വീണ്ടും ഞങ്ങൾ മകൻ്റെ അടുക്കൽ തന്നെ, മകൻ്റെ ചർച്ചിലാണ് ഇപ്പം പോകുന്നത്. ഇപ്പം ഇവിടുത്തെ കൾച്ചറും ഇതും എല്ലാമായിട്ട് ഒത്തിരിയും അഡ്ജസ്റ്റഡ് ആയി. വളരെ സന്തോഷത്തോടെ ഇവിടെ ആയിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഇരുന്നുകൊണ്ട് ഇപ്പം സൂമിലെല്ലാം മീറ്റിങ്ങുകൾ ചെയ്യുന്നു. ഹസ്ബൻഡ് വാട്സപ്പിൽ കൂടെ ഓരോരുത്തരെ ബൈബിൾ ക്ലാസ് ഒക്കെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 2022 ഇവിടുത്തെ ഗ്രീൻ കാർഡ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ മകന്റെ കൂട്ടത്തിലായിരിക്കുന്നു. കുവൈറ്റ് ചർച്ചിന്റെയും ഞെക്കനാലെ ചർച്ചിന്റെ എല്ലാ സൂമിൽ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ദൈവം ഇടയാക്കി. അങ്ങനെ ഈ ഭവനത്തിൽ ഇരുന്നുകൊണ്ടും വലിയ ശുശ്രൂഷ ദൈവം തന്നത് ചെയ്തെടുക്കുന്നു. ആയുസിന്റെ അവസാനം വരെയും കർത്താവിന് വേണ്ടി നിൽക്കണം, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുന്നു. ഇടയ്ക്ക് മകളെ വിസിറ്റ് ചെയ്യാൻ കാനഡയിലേക്ക് പോകുന്നു. അങ്ങനെ പിന്നെ മകന്റെ കാര്യം പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ദൈവം അനുവദിച്ചാൽ മകൻ തന്നെ ഒരിക്കൽ പറയാൻ ദൈവം അവസരം ഒരുക്കട്ടെ. അവരുടെ വിവാഹ ജീവിതം, അവർക്ക് മകളുണ്ടായ വിഷയങ്ങൾ, പിന്നെ ദൈവത്തിന് വേണ്ടി ഒരുപാട് ചെയ്ത എല്ലാ പ്രസിഡന്റിൻ്റെയും കയ്യിൽ നിന്ന് അവന് അപ്രിസിയേഷൻ ലെറ്റർ ലഭിക്കുന്നുണ്ട്. എല്ലാ വർഷവും അമേരിക്കൻ പ്രസിഡന്റിന്റെ അപ്രിസിയേഷൻ ലെറ്റർ ലഭിക്കാൻ തക്കവണ്ണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വോളണ്ടിയറായിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതൊക്കെ അവർക്ക് റെക്കോർഡുണ്ട്. അപ്പോൾ അത് അവൻ ബാങ്ക് ഓഫ് അമേരിക്കയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരത് ഈ റെക്കോർഡെല്ലാം ഒരു വർഷത്തിൽ 300-400 മണിക്കൂറിലധികം നമ്മൾ പബ്ലിക്കിന് വേണ്ടി ഇങ്ങനെ സമയം ചെലവഴിക്കോ പൈസ ചെലവാക്കോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ഇവർ ചർച്ചിൽ സൂക്ഷിക്കും. അപ്പോൾ അവരത് ഈ ബാങ്ക് ഓഫ് അമേരിക്കയ്ക്ക് അയച്ചു കൊടുക്കും. കാരണം മോൻ അവിടുത്തെ എംപ്ലോയി ആണല്ലോ. ബാങ്ക് ഓഫ് അമേരിക്ക എന്ത് ചെയ്യും, ഇത് പ്രസിഡന്റിന്റെ അവിടെ എത്തിക്കും. അങ്ങനെ എല്ലാ വർഷത്തിലും ദൈവകൃപയാൽ പ്രസിഡന്റിന്റെ നിന്ന് നേരത്തെ ഉണ്ടായിരുന്ന ജോർജ് ബുഷ്, ഒബാമ, പിന്നെ ട്രംപ്, പിന്നത്തെ ബൈഡൻ, ഇങ്ങനെ എല്ലാ പ്രസിഡന്റിന്റെയും കയ്യിൽ നിന്നുള്ള അപ്രിസിയേഷൻ ലെറ്റർ ലഭിക്കുവാനിടയായി.
ദൈവം അവസരമൊരുക്കി. കാരണം ദൈവത്തെ അത്രമാത്രം മാനിക്കുന്ന ഒരു മകനാണ്. അതുപോലെ ബാങ്ക് ഓഫ് അമേരിക്കയും $500 അപ്പോൾ അവൻ്റെ നമ്മുടെ ചർച്ചിന് വേണ്ടി കൊടുക്കും. കാരണം അവരുടെ ഒരു എംപ്ലോയി അല്ലേ. അപ്പോൾ അവർക്കും അതിൻ്റെ ക്രെഡിറ്റ്. അവരതിപ്പോൾ മോൻ്റെ ചർച്ചിന് വേണ്ടി $500 അവർ സംഭാവന ചെയ്യും. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവെ, അവന് ഒരു കൈയുള്ളവനായിട്ട് ജനിച്ച് പിന്നെ കർത്താവിൻ്റെ വേല മാത്രം ചെയ്യുമ്പോൾ എല്ലാവരും ഓർക്കും, ഓ, കൈയില്ലാതെയൊക്കെ ആയതൊന്നും പറ്റിയില്ല, അതുകൊണ്ട് ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടി ബൈബിളും കൊണ്ട് ഇറങ്ങിയതാണെന്ന് പറയാനിടയാൻ. അപ്പൊ എൻ്റെ ആഗ്രഹം, എൻ്റെ കർത്താവെ, അവനെ എത്രമാത്രം നിനക്ക് പഠിപ്പിക്കാനും ഉയർത്താനും പറ്റുമോ ഈ ലോകപരമായി, അങ്ങനെ നീ ചെയ്യണം. അതോടൊപ്പം നിന്റെ സന്നിധിയിലും അവനെ വലിയവനാക്കണം. ഇങ്ങനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഒരിക്കലും ദേവദാസനോട് ചോദിച്ചു, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റുണ്ടോ? അങ്ങനെ പറഞ്ഞു, ഒരു തെറ്റുമില്ല മാമേ, ഹൃദയം കാണുന്ന ദൈവമല്ലേ എന്ന് പറഞ്ഞതുപോലെ കർത്താവ് അവനെ വളരെ അത്ഭുതകരമായിട്ട് നടത്തുന്ന നല്ല പൊസിഷനിൽ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ട്, അതുപോലെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ കർത്താവ് ഏൽപ്പിച്ച ഒരു സഭ ഏൽപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരും അടുത്ത പാസ്റ്റേഴ്സാണ്. കർത്താവിൻ്റെ വേല വിശ്വസ്തയോടെ അവർ ചെയ്യുന്നു. ഈ കഴിഞ്ഞ മാസത്തിൽ, ഡിസംബർ മാസത്തിൽ കുവൈറ്റിലെ നമ്മുടെ സഭയിൽ 3 ദിവസത്തെ കൺവെൻഷന് വേണ്ടി ഇവരെ കുടുംബമായിട്ട് അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ പോകാനും ശുശ്രൂഷിക്കാനും എല്ലാം ദൈവം അവസരമൊരുക്കി. ഇപ്പോഴും വളരെ ബിസിയായിട്ട് രണ്ടുപേരും ബൈബിൾ ക്ലാസ്സുകൾ പഠിപ്പിക്കാനും ഒക്കെ, എല്ലാം നോട്ടുണ്ടാക്കുന്നതും ഒക്കെ ദൈവം അവരിലൂടെ ചെയ്തെടുക്കുന്നു. മകള് ജോലി റിസൈൻ ചെയ്ത് കർത്താവിൻ്റെ വേല മാത്രം ചെയ്യുന്നു. മോൻ ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുപോലെ എൻ്റെ മോളും ഹസ്ബൻഡും കാനഡയിലായിരിക്കുന്നു. അവരും കർത്താവിൻ്റെ വേലയും അതോടൊപ്പം തന്നെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ മകൻ യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. മോൻ കൊച്ചിലേ തുടങ്ങി ഇങ്ങനെ എൻ്റെ അപ്പായൊക്കെ നല്ല പാസ്റ്ററാകണം എനിക്ക് എന്നൊക്കെ കുഞ്ഞു പ്രായം മുതൽ അവന് പറയുമായിരുന്നു. അത് ഇപ്പം അവന് ഒരാഴ്ചത്തേക്ക് നാട്ടിൽ തനിയെ ആദ്യമായിട്ടാണ്, 19 വയസ്സുണ്ട്, നാട്ടിൽ പോയിരുന്നു. നാട്ടിൽ ഞങ്ങളുടെ ചർച്ചിൽ പോയി മലയാളത്തിൽ 50 മിനിറ്റ് അവന് പ്രസംഗിക്കുവാൻ ദൈവം അവസരം കൊടുത്തു. ഇപ്പം തിരിച്ചു മടങ്ങി വന്നു. അങ്ങനെ ആയിരിക്കുന്നു. ഇതാണ് എൻ്റെ ഇത്. അപ്പം ഞാൻ പറയാൻ വന്നതും, നമ്മൾ പ്രകാരം ദൈവത്തെ അനുസരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ തീരുമാനം, നമ്മുടെ സമർപ്പണം, നമ്മുടെ വിശ്വാസം അത് കണ്ടുകൊണ്ട് ദൈവം ഞാൻ പറയുമായിരുന്നു, ദൈവം നടത്തുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുമെന്ന്. അപ്പൊ ആ ഒരു ഇതില് ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ള എൻ്റെ തീരുമാനം, അത് ഞാൻ അതേപടി അനുസരിക്കുവാനായിട്ടുള്ള ഒരു അമിത കൃപ ദൈവം എൻ്റെ മേൽ തന്നു. അപ്പം നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിൻ്റെ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ വിശ്വാസം, നമ്മുടെ സമർപ്പണം, ഇത് മനസ്സിലാക്കി ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തെ നമ്മൾ ആക്കിത്തീരാൻ സാധിക്കും. അപ്പം നോക്കണേ, ഒരു സ്ത്രീയുടെ കൂടെ ഇപ്പൊ ഫിലിപ്പിയ സഭ ലുദിയയുടെ ഹൃദയം തുറന്നു ഭവനത്തിൽ ഫിലിപ്പിയ സഭ ആരംഭിച്ചു. യൂറോപ്പിലെ ആദ്യത്തെ സഭ അവിടെ ഉണ്ടാകാനിടയായി. ആ ഫിലിപ്പിയ സഭയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്, മറ്റു സഭകളിലേക്ക് സഹായിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ കുവൈറ്റിലെ നമ്മുടെ സഭ മറ്റുള്ള സഭകളെ സഹായിക്കാനും, അപ്പം എല്ലാം ദൈവം ഇടയാക്കി തീർത്തു എന്ന് പറയാം. അപ്പൊ ഒരാളുടെ സമർപ്പണം, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതിനെ അതുപോലെ അനുസരിച്ചപ്പോൾ, അതിനുവേണ്ടി നിന്നപ്പോൾ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഇതൊന്നും കേട്ടാൽ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മാറിപ്പോയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ അതിനുവേണ്ടി അനുസരിച്ചു, ഹസ്ബൻഡിനും വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മുടെ സമർപ്പണവും നമ്മുടെ വിശ്വാസവും കുടുംബത്തിലുണ്ടായി. കുടുംബത്തിൽ നിന്ന് അത് സമൂഹത്തിലേക്കായി, സഭകളിലേക്കായി, സഭകളിൽ നിന്ന് അത് രാജ്യത്തിലേക്ക് വ്യാപിക്കുവാൻ, അനേകം ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ കുവൈറ്റ് ബെഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ എന്ന ഒരു ചർച്ചിന് ജന്മം നൽകുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയാം. അതുപോലെ തന്നെ മക്കളുടെ വിഷയം പറയാനാണെങ്കിലും നമ്മൾ ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ അനേകർ മാതാപിതാക്കൾ മക്കളുടെ തലമുറകളെ ഓർത്ത്
കരഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അനേകരുടെ ഫോൺ എനിക്ക് വരും, എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നമ്മുടെ ദൈവം തന്ന മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്താൻ മാത്രമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി വളർത്താൻ ഏൽപ്പിച്ചപ്പോൾ അവരെ ദൈവവചനം പറഞ്ഞു കൊടുത്ത് ദൈവഹിതപ്രകാരം വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമാണ് നമുക്ക്. അവരെ ഡോക്ടറാകണോ എഞ്ചിനീയർ ആകണോ എന്താകണോ അതവരായിക്കോട്ടെ, അത് ദൈവം നടത്തിക്കൊള്ളും. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ദൈവത്തിന്റെ വഴികളാണ്. അപ്പോൾ നമ്മൾ അപ്രകാരം കാണിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം മാനിക്കും. ആമേൻ. നമ്മളവരുടെ ഇതിന്റെ പുറകെ പോകണ്ട, പഠിക്കെന്നും പറഞ്ഞോ പണം ചെലവാക്കാനോ ഒന്നിനും നമ്മൾ ബുദ്ധിമുട്ടുകയോ പ്രയാസപ്പെടുകയോ ഒന്നും വേണ്ട. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഏൽപ്പിച്ചാൽ മാത്രം മതി. മുൻപേ അവന്റെ രാജ്യനീതി അന്വേഷിപ്പൻ, അതോടുകൂടി ഇതൊക്കെയും തരാമെന്ന് പറഞ്ഞ കർത്താവ് അവരുടെ ഭാവിയെല്ലാം സെറ്റിലാക്കിക്കൊള്ളും. അതുപോലെ ഞാനെപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, മക്കളുടെ എല്ലാം വാഗ്ദത്തത്തിന്റെ അടുത്ത് ഞാൻ വരയിട്ട് എൻ്റെ മക്കളുടെ പേരെഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്താൽ ഭൂമിയിൽ ഒരത്ഭുതവും അടയാളവും ആയിരിക്കും. അവിടെ ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. ദൈവം അത് നിറവേറ്റി തന്നു. എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ ദൈവം എനിക്ക് തന്നൊരു വാഗ്ദത്തമാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ്, നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്ന് ഇന്നു മുതൽ ഒരു നാൾ നീങ്ങിപ്പോയി. ഇതൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ വായിൽ നീ തന്ന വചനം, എൻ്റെ മേൽ തന്ന അഭിഷേകം എൻ്റെ മക്കളുടെ 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 മേൽ എല്ലാം നീ പകരണമെന്ന്. എൻ്റെ കാനഡയിലുള്ള കൊച്ചുമാൻ ഇടപെടുന്ന പേര് അവൻ പ്രാർത്ഥിക്കുന്ന, കർത്താവെ ജനറേഷൻ ഞങ്ങൾ നിന്റെ ശുശ്രൂഷ ചെയ്യുന്നവരാക്കി തീർക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുവാനിടയിൽ തീർന്നു. തിമത്യോസിനെ നോക്കിക്കൊണ്ട് പൗലോസ് എന്താണ് പറഞ്ഞത്? ഈ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും പിന്നെ നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. തലമുറയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മളെല്ലാവരും മാതാക്കളായ നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ടു പോകില്ല. ഏത് രാജ്യത്ത് പോയാലും എവിടെയാണെങ്കിലും അവർ ദൈവത്തിന് വേണ്ടി നിൽക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ള കൊച്ചുമക്കളെ ഒരുപക്ഷെ നമ്മുടെ കൂടെ ആരാധിക്കാനൊക്കെ വരുന്നുണ്ടായിരിക്കാം. എന്നാൽ ഒരു 10 വർഷം കഴിയുമ്പോഴും അവർ നമ്മളോടുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് അപ്പനും അല്ല മക്കൾ മറ്റൊരു ആരാധനയ്ക്ക് പോകുന്ന, അല്ലെങ്കിൽ ചിലയിടത്ത് മക്കൾ പോകുന്നില്ല. അങ്ങനെയൊക്കെ അനേക സംഭവങ്ങൾ ഇവിടെ ഞാൻ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനാൽ മക്കൾക്ക് വേണ്ടി കുറഞ്ഞത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും സ്നേഹം നിറഞ്ഞവനുമാവുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വകീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പൊ ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഈ സാക്ഷ്യം കർത്താവെ അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, അനേകർക്ക് കർത്താവെ ഒരു തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ, ഹല്ലേലൂയ കർത്താവെ, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവെ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തലമുറകൾക്കായി കർത്താവെ ഭാരപ്പെടുന്ന അനേക മാതാപിതാക്കൾ ഉണ്ടല്ലോ കർത്താവെ. അവരും കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ അവരെ കർത്താവെ വരവേൽപ്പിച്ച് സമർപ്പിച്ച് കഴിയുമ്പോൾ, എൻ്റെ കർത്താവെ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് അവരെ അത്ഭുതകരമായി വഴി നടത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവെ നീ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആരെങ്കിലും അപ്രകാരം ഭാരപ്പെടുന്നുവെങ്കിൽ നീ അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ മക്കളെ എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് മടക്കിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. ഇത്രയും കാലം കർത്താവെ അരോമ ടിവിയിലൂടെ കർത്താവെ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർ ചെയ്യുന്ന എല്ലാ വേലകളെയും ഹല്ലേലൂയ ആമേൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മഹത്തായ ശുശ്രൂഷയാണല്ലോ നിന്റെ മക്കളിൽ കൂടെ ചെയ്തെടുക്കുന്നത് കർത്താവെ. അത് അനേകരുടെ വിടുതലിനും അനുഗ്രഹത്തിനും കർത്താവെ, സുവിശേഷം എത്താത്ത ഇടത്ത് സുവിശേഷമായി കർത്താവെ ഹല്ലേലൂയ കടന്നു പോകുവാൻ തക്കവണ്ണം ആമേൻ. ഇത് കർത്താവെ ഈ മിനിസ്ട്രിയിലൂടെ നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല ജീവനെ തന്ന യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയവോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചത് ദേവദാസനോടുള്ള നന്ദി സ്നേഹവും രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.
ആമേൻ. താങ്ക് യു പ്രിയ റേച്ചൽ ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവം നടത്തിയ അത്ഭുതകരമായ ജീവിതാനുഭവങ്ങളെ കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയും ഇപ്പോൾ തന്നെ കർത്താവിന്റെ വിലപ്പെട്ട ദാസിയോടതായ നന്ദി സ്നേഹവും കടപ്പാട് വിതരണത്തിൽ അറിയിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിനെ അറിയുവാൻ ഭാഗ്യകരമായ ചില അനുഭവങ്ങൾ കർത്താവ് ഒരുക്കി തന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ളതായ ഒരു ബാല്യകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയത്തോടെ ഭക്തിയോടെ വളർത്തപ്പെട്ട ഒരു ബാല്യകാലം, അതിൻ്റെ നല്ല ഓർമ്മകൾ, പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ, അവരുടെ സ്നേഹനിർഭരമായ മാതൃക ഉള്ള ജീവിതം, അതൊക്കെ തന്നെ ജീവിതത്തിലെ നല്ല ദൈവഭക്തി എന്ന അടിത്തറ ഇട്ടുകൊണ്ട് വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. പിന്നത്തേതില് അനേക ഇടങ്ങളിലേക്ക് കടന്നു പോകുവാനും ജോലിയോടുള്ള ബന്ധത്തില് ദീർഘവർഷങ്ങൾ കുവൈറ്റിലായിരിക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചു. എങ്കിലും അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക എന്നുള്ളതായിരുന്നു എന്ന് തിരിച്ചറിയുവാൻ കർത്താവ് സഹായിച്ചു. അതിലൂടെ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ കർത്താവ് സഹായിച്ചല്ലോ. വിശിഷ്യാൽ മകന്റെ ജനനം ഒരു ഘട്ടത്തില് വളരെ നൈരാശ്യം ഉള്ള ഒരു കാര്യമായിരുന്നെങ്കിലും ആ മകൻ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഏറെ അഭിമാനകരമായ നിലയിൽ യബ്ബേസിന്റെ ദൈവം യബ്ബേസിനെ തന്റെ സഹോദരന്മാരെക്കാൾ അധികമായി മാനിച്ചതുപോലെ പ്രിയ മകനെ ദൈവം മാനിച്ചു. ഇന്ന് അമേരിക്കയില് ആയിരിക്കുവാനും അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കയ്യിൽ നിന്ന് അനേക അനുമോദനങ്ങൾ, അവാർഡുകൾ ഏറ്റുവാങ്ങുവാനും ഒക്കെ കർത്താവ് അവസരങ്ങളെ കൊടുത്തു എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അതിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശംസനീയമായ കാര്യം. കർത്താവിൻ്റെ ദാസിക്ക്, പ്രിയ റേച്ചൽ ആൻറ്റിക്ക് ദൈവം ദാനം തന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം പിന്നെ അവസരങ്ങളെ ഒരുക്കട്ടെ. കുവൈറ്റിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും ഒക്കെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, പ്രവർത്തനങ്ങളിലൂടെ ദൈവസഭ ഉടലെടുക്കുവാന്, നിലനിൽക്കുന്ന ആത്മീയ കൂട്ടായ്മകൾ ഉണ്ടാകുവാന്, അനേക ആത്മാക്കളെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനൊക്കെ കർത്താവ് അവസരമൊരുക്കി. ഇനിയും കർത്താവ് അതിനായി എല്ലാവരെയും ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ഇത്തരത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ സമയം വേർതിരിച്ച് ഞങ്ങളോടൊപ്പം വിലപ്പെട്ട സാക്ഷ്യം പങ്കുവച്ചതിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവനാമം അതിലൂടെ മഹിമപ്പെട്ട് അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.